അപ്പോൾ എല്ലാവരെയും ആ ക്ലാസ്സിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ആമന ഡോക്ടർ റെഡി ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. ഓക്കെ സർ. So, good evening all. Sir, പറഞ്ഞപോലെ we are beginning with today connective tissue disorders chapter start ചെയ്യാണ് നമ്മള്. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻലി നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ട് കണ്ടീഷൻ ആയിരിക്കും, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആൻഡ് SLE. ഇന്ന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും SLE നോക്കിക്കൊണ്ട് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മള് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാണ്. ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കും നമ്മുടെ ഒരു റിജിഡിറ്റി, ബോണിലൊക്കെ റിജിഡിറ്റി കൊടുക്കുന്ന എന്തായിരിക്കും നോക്കുവാണെങ്കിൽ നമ്മുടെ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഒരു മിനിറ്റ്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഫസ്റ്റ് പറയാണ് നമ്മുടെ ബോൺ മെട്രിക്സിന് അല്ലെങ്കിൽ ബോൺ ഒരു റിജിഡിറ്റി കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും. നമ്മുടെ ബോൺ മെട്രിക്സിലോട്ട് മിനറലൈസേഷൻ ഉണ്ടാകുന്നത് എന്ത് വന്നിട്ട് ഡിപ്പോസിഷൻ ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പറ്റേറ്റ്. കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പറ്റേറ്റിന്റെ ഡിപ്പോസിഷൻ ടു ദ ബോൺ മെട്രിക്സ് ആയിരിക്കും എന്ത് ബിറ്റ്വീൻ ദ കൊളാജൻ ഫൈബേഴ്സ് ആയിരിക്കും ആ ഒരു റിജിഡിറ്റി വന്നിട്ട് ബോണിന് കൊടുക്കുന്നത്. സോ ദ മിനറലൈസേഷൻ ഓഫ് ബോൺ മെട്രിക്സ് എന്ത് വെച്ചിട്ട് വിത്ത് ഡിപ്പോസിഷൻ ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പറ്റേറ്റ്. കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പറ്റേറ്റിന്റെ ഡിപ്പോസിഷൻ എവിടെ? ബിറ്റ്വീൻ ദ കൊളാജൻ ഫൈബേഴ്സ്. കൊളാജൻ ഫൈബേഴ്സിന്റെ ഇടയിൽ കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പറ്റേറ്റിന്റെ ഡിപ്പോസിറ്റ് വന്നിട്ടായിരിക്കും നമുക്ക് എന്ത് കൊടുക്കുന്നത്? ഇറ്റ് ബെസ്റ്റോസ് ദ റിജിഡിറ്റി ടു ദ ബോൺസ്. ഇനി സൈനോവൽ ഫ്ലൂയിഡ്, നമ്മുടെ സൈനോവൽ ജോയിന്റിൽ ഉണ്ടായിരിക്കുന്ന ഫ്ലൂയിഡ് ആയിരിക്കും, ഒരു ജോയിന്റിൽ ഉണ്ടായിരിക്കുന്ന ഫ്ലൂയിഡ് ആയിരിക്കും സൈനോവൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ സൈനോവൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സൈനോവൽ ഫ്ലൂയിഡ് ഈസ് ദ അൾട്രാ ഫിൽട്രേറ്റ് ഓഫ് പ്ലാസ്മ. പ്ലാസ്മയുടെ അൾട്രാ ഫിൽട്രേറ്റ് ആയിരിക്കും സൈനോവൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി ഈ സൈനോവൽ ഫ്ലൂയിഡിനകത്തുള്ള ഹൈലറിനോണും ലൂബ്രിക്കനും ആയിരിക്കും അതിന്റെ വിസ്കോസിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ സൈനോവൽ ഫ്ലൂയിഡ് എന്തായിരിക്കും? It is the ultra filtrate of plasma. Ultra filtrate of plasma ആയിരിക്കും സൈനോവൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആ സൈനോവൽ ഫ്ലൂയിഡിലുള്ള ഹൈലറിനോണും ലൂബ്രിക്കനും ആയിരിക്കും സൈനോവൽ ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ആ ഹൈലറിനോണും ലൂബ്രിക്കനും എന്തിനു ഹെൽപ്പ് ചെയ്യും? ഹൈലറിനോൺ വന്നിട്ട് ഇറ്റ് പ്രൊവൈഡ് ലൂബ്രിക്കേഷൻ ഡ്യൂറിങ് മൂവ്മെന്റ്. മൂവ്മെന്റിൽ ആ ജോയിന്റ്സിന് ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് ആരായിരിക്കും? ഹൈലറിനോൺ ആയിരിക്കും. ആ സമയം ഒരു സ്റ്റാറ്റിക് സ്ട്രെസ്സിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ട്രെസ്സിൽ വന്നിട്ട് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് ആരായിരിക്കും? ലൂബ്രിക്കൻ ആയിരിക്കും. സോ അതായിരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബോണിന് ആ ഒരു റിജിഡിറ്റി കൊടുക്കുന്ന എന്ത് കാരണമായിരിക്കും? നമ്മുടെ ബോൺ മെട്രിക്സിലോട്ട് മിനറലൈസേഷൻ ഉണ്ടാകുന്നു. എങ്ങനെ? ബൈ ദ ഡിപ്പോസിറ്റ്സ് ഓഫ് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റേറ്റ്. എവിടെ? ഇൻ ബിറ്റ്വീൻ ദ കൊളാജൻ ഫൈബേഴ്സിന്റെ ഇടയിൽ കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റേറ്റിന്റെ ഡിപ്പോസിഷൻ ഉണ്ടായി. അങ്ങനെ ആയിരിക്കും മിനറലൈസേഷൻ ഓഫ് ബോൺ മെട്രിക്സ് ഉണ്ടാകുന്നത്, വിച്ച് ഗീവ്സ് റിജിഡിറ്റി ടു ദ ബോൺ. ഇനി സൈനോവൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അൾട്രാ ഫിൽട്രേറ്റ് ഓഫ് പ്ലാസ്മ ആയിരിക്കും സൈനോവൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഹൈലറിനോണും അതേപോലെ ലൂബ്രിക്കനും ആയിരിക്കും പ്ലാസ്മ സൈനോവൽ ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ആർ ദ റോൾസ്? എന്തൊക്കെയായിരിക്കും ആ ഹൈലറോണിന്റെയും ലൂബ്രിക്കന്റെയും റോൾ നോക്കുകയാണെങ്കിൽ ഹൈലറോൺ വന്നിട്ട് ഇറ്റ് പ്രൊവൈഡ് ലൂബ്രിക്കേഷൻ ഡ്യൂറിങ് മൂവ്മെന്റ്, വൈൽ ലൂബ്രിക്കൻ എപ്പോഴായിരിക്കും? ഇറ്റ് പ്രൊവൈഡ് ലൂബ്രിക്കേഷൻ ഡ്യൂറിങ് സ്റ്റാറ്റിക് സ്ട്രെസ് ആയിട്ടുള്ള സമയത്തേക്കായിരിക്കും ലൂബ്രിക്കൻ വന്നിട്ട് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത്. ദെൻ എൻതസിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മുടെ ടെൻഡനോ അല്ലെങ്കിൽ ഒരു ലിഗമെന്റോ വന്നിട്ട് ബോണിലോട് അറ്റാച്ച് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മൾ എൻതസിസ് എന്ന് പറയുന്നത്. എൻതസിസ് ഇസ് ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് ടെൻഡൻ or a ligament to a bone. അതിനായിരിക്കും നമ്മൾ എൻതസിസ് എന്ന് പറയുന്നത്. ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഇത് കോമൺ ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ആയിരിക്കും. ഏത് ടൈപ്പ് ഓഫ് ജോയിന്റിലായിരിക്കും മെയിൻലി എഫക്ട് ചെയ്യണത്? മെയിൻലി സ്മോൾ ജോയിന്റ്സ്, നോൺ വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്സിൽ എഫക്ട് ചെയ്യുന്നതായിരിക്കും. സിമെട്രിക്കൽ ജോയിന്റ് ഇൻവോൾവ്മെന്റ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനകത്ത്. സോ മോസ്റ്റ് കോമൺ
ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ഏതായിരിക്കും? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിരിക്കും. അസോസിയേഷൻ വിത്ത് HLA-DR-W4, HLA-DR4 ആൻഡ് HLA-DR1 ഉണ്ടായിരിക്കും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനകത്ത്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് HLA-DR-W4, HLA-DR4 ആൻഡ് DR1. അതിൽ HLA-DR4 ആയിരിക്കും അതിന്റെ സിവിയറിറ്റി ഓഫ് ഡിസീസുമായിട്ടൊരു ഒരു കോറിലേഷൻ പറയുന്നത് നമ്മൾ ഏതിനകത്തായിരിക്കും? HLA-DR4 ഇനി അതിന്റെ പതോളജി നോക്കുകയാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ പതോളജി നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഹൈപ്പർട്രോഫി ഓഫ് ദ സൈനോവിയൽ മെമ്പറൈൻ വിത്ത് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ ഓൺ ദ ആർട്ടിക്കുലാർ കാർട്ടിലേജ്. അതിനായിരിക്കും നമ്മൾ പാനസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും അതിന്റെ നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ പതോളജി നോക്കുകയാണെങ്കിൽ സൈനോവിയൽ മെമ്പറൈന് ഹൈപ്പർട്രോഫി ഉണ്ടാവുന്നു. അതിന്റെ കൂടെ തന്നെ ആർട്ടിക്കുലാർ കാർട്ടിലേജിൽ വന്നിട്ട് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ ഉണ്ടാകുന്നു. സോ സൈനോവിയൽ മെമ്പറൈൻ ഒരു ഹൈപ്പർട്രോഫി ഓഫ് ദ സൈനോവിയൽ മെമ്പറൈൻ, അതിന്റെ കൂടെ തന്നെ ആർട്ടിക്കുലാർ കാർട്ടിലേജിൽ വന്നിട്ട് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ ഓഫ് ദ ആർട്ടിക്കുലാർ കാർട്ടിലേജ് ഉണ്ടാകും. അതിനായിരിക്കും നമ്മൾ പാനസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ അതായിരിക്കും പതോളജി ഓഫ് ദ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈനോവിയൽ മെമ്പറൈന് ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നു, ആർട്ടിക്കുലാർ കാർട്ടിലേജിൽ വന്നിട്ട് ഒരു ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ ഉണ്ടാകുന്നു. നമ്മൾ അതിനായിരിക്കും നമ്മൾ പാനസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായിരിക്കും ആറയുടെ പതോളജി എന്ന് പറഞ്ഞാൽ. മെയിൽ ഈസ്റ്റ് ഫീമെയിൽ ഈസ്റ്റ് മെയിൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ 4:1 ആയിരിക്കും. ഫീമെയിൽസിലായിരിക്കും കോമൺലി എഫക്റ്റഡ് ആയിട്ട് ഉണ്ടാകുന്നത്. മോസ്റ്റ് കോമൺ ഇതിനകത്തായിരിക്കും പെരിഫറൽ നോൺ വെയിറ്റ് ബിയറിംഗ് ജോയിന്റ് ആയിരിക്കും. നമുക്കറിയാല്ലേ ആറെ നമ്മൾ പറയുന്നത് എപ്പോഴും ചെറിയ സ്മോൾ ജോയിന്റ് അഫെക്ഷൻ ആയിരിക്കും. സോ മോസ്റ്റ് കോമൺ ഇൻവോൾവ്മെന്റ് എവിടെയായിരിക്കും? പെരിഫറൽ നോൺ വെയിറ്റ് ബിയറിംഗ് ജോയിന്റിലായിരിക്കും മെയിൻലി അതിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത്. സാക്രോ ഇലിയാക് ജോയിന്റിൽ വന്നിട്ട് യൂഷ്വലി ആറയിൽ വരാറില്ല. സാക്രോ ഇലിയാക് ജോയിന്റ് വന്നിട്ട് യൂഷ്വലി സ്പെയർഡ് ആയിരിക്കും ഇൻ ആറെ. സിമെട്രിക്കൽ ജോയിന്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും. ദെൻ രണ്ട് ടൈപ്പിൽ സ്റ്റിഫ്നെസ് പറയുന്നുണ്ട്, മോർണിംഗ് സ്റ്റിഫ്നെസ് ആൻഡ് ജെൽ ഫിനോമിനം. ജെൽ ഫിനോമിനം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് ഒരു ഇമ്മൊബിലിറ്റി ഉണ്ടാകുകയാണെങ്കിൽ അതിനുശേഷം നമ്മുടെ സൈനോവൽ ഫ്ലൂയിഡിൽ വന്നിട്ട് ഒരു ഹാർഡനിങ് അല്ലെങ്കിൽ ഒരു തിക്കനിങ് ഓഫ് സൈനോവൽ ഫ്ലൂയിഡ് ഉണ്ടാകുന്നതിനായിരിക്കും ജെൽ ഫിനോമിനം എന്ന് പറയുന്നത്. അത് എവിടെ പോസിറ്റീവ് ആയിരിക്കും? ഇൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ പോസിറ്റീവ് ആയിരിക്കും. സോ മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും. ജെൽ ഫിനോമിനം പ്രസന്റ് ആഫ്റ്റർ ഇനാക്ടിവിറ്റി. Then atlantoaxial joint subluxation, it is a life-threatening complication of RA. RA ഒരു life-threatening complication ആയിരിക്കും atlantoaxial subluxation എന്ന് പറഞ്ഞാൽ. സോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ പറഞ്ഞു എന്തായിരിക്കും? ഒരു മോസ്റ്റ് കോമൺ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഓഫ് ജോയിന്റ് ആയിരിക്കും. ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഓഫ് ജോയിന്റ് ആയിരിക്കും. അവിടെ അസോസിയേഷൻ നമ്മൾ ഏതിനൊക്കെയായിരുന്നു പറഞ്ഞത്? HLA-DR-W4, HLA-DR4, HLA-DR1. അതിനകത്ത് ഈ HLA-DR4 നമ്മൾ അതിന്റെ സിവിയറിറ്റി ഓഫ് ഡിസീസിനെ കോറിലേറ്റ് ചെയ്യുന്നത് HLA-DR4 പതോളജി എന്താ നമ്മൾ പറഞ്ഞത്? സൈനോവൽ മെമ്പറൈനിൽ ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ആർട്ടിക്കുലാർ കാർട്ടിലേജിൽ വന്നിട്ട് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ ഉണ്ടാകുന്നു. ആൻഡ് അതിന് നമ്മൾ എന്തെന്നായിരിക്കും പറയുന്നത്? പാനസ് ഫോർമേഷൻ എന്ന് പറയും. അതായിരിക്കും പതോളജി ഓഫ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. പാനസ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. ഇനി ഫീമെയിൽ ഈസ്റ്റ് മെയിൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഫീമെയിലായിരിക്കും അധികമായിട്ട് ഉണ്ടാകുന്നത്. 4:1 റേഷ്യോയിലായിരിക്കും ഫീമെയിൽ ഉണ്ടാകുന്നത്. മോസ്റ്റ് കോമൺലി ഏത് ജോയിന്റ് ആയിരിക്കും? നമുക്കറിയാം ആർ എന്ന് പറയുമ്പോഴത്തേക്ക് സ്മോളർ ജോയിന്റ് അഫെക്ഷൻസ് ആയിരിക്കും. സോ ആർ മെയിൻലി അഫക്ട് ചെയ്യുന്നത് പെരിഫറൽ നോൺ വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്സിലായിരിക്കും. സാക്രോ ഇലിയാക് ജോയിന്റ് വന്നിട്ട് യൂഷ്വലി അഫെക്ഷൻ ആകാറില്ല ആറില്ല. പിന്നെ രണ്ട് കാര്യം പറഞ്ഞു. മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും. രാവിലെ നമ്മൾ എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് ജോയിന്റ്സ് ഒക്കെ കുറച്ച് നേരത്തെ നമ്മൾ റെസ്റ്റേഴ്സ് പോലെ ഇനീഷ്യൽ മോഷനിൽ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ഇനീഷ്യലി അവർക്ക് ആ ഒരു ലൈക്ക് മോർണിംഗിൽ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും എല്ലാ ജോയിന്റ്സിലും. അതേപോലെ തന്നെ ജെൽ ഫിനോമിന ഉണ്ടായിരിക്കും. ജെൽ ഫിനോമിന എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് ഒരു ജോയിന്റ് ഇമ്മൊബൈലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതിനുശേഷം അവിടെ വന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ആ സൈനോവൽ ഫ്ലൂയിഡ് വന്നിട്ട് തിക്കൻ ആവും. സോ ദാറ്റ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുക ആ ഒരു മൂവ്മെന്റ് ഉണ്ടാവാൻ. സോ ഒരു സ്റ്റിഫ്നെസ് വിൽ ബി ദയർ ആഫ്റ്റർ എ ലോങ് പീരീഡ് ഓഫ് ഇനാക്റ്റീവ്നെസ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെയായിരിക്കും ജെൽ ഫിനോമിനം എന്ന് പറയുന്നത്. സോ മോർണിംഗ് സിക്നസ് ഉണ്ടായിരിക്കും ആറയില്, ജെൽ ഫിനോമിനം ഉണ്ടായിരിക്കും ആറയില്. അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് സബ്ലക്സേഷൻ ഒരു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ ഓഫ് ആർ ആയിരിക്കും. എന്ത്? അറ്റ്ലാന്റോ ആക്സിയൽ സബ്ലൊക്കേഷൻ ഉണ്ടാകുകയാണെങ്കിൽ. ഇനി എന്തൊക്കെയായിരിക്കും ആർട്ടിക്കുലർ ഡിഫോമിറ്റീസ്? കുറെ ഡിഫോമിറ്റീസ് നമുക്ക് ആർട്ടിക്കുലർ ആൻഡ് എക്സ്ട്രാ ആർട്ടിക്കുലർ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ വാട്ട് ആർ ദ ആർട്ടിക്കുലർ ഡിഫോമിറ്റീസ്? എന്തൊക്കെയായിരിക്കും? സ്വാൻ നെക്ക് ഡിഫോമിറ്റീസ്. സോ സ്വാൻ നെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇങ്ങനെ നോക്കിയാണ് നമ്മുടെ അതായത് ഡിസ്റ്റൽ ജോയിന്റിൽ വന്നിട്ട് ഫ്ലെക്ഷനും പെരിഫറലിൽ വന്നിട്ട് എന്തായിരിക്കും? ഹൈപ്പർ എക്സ്റ്റൻഷനും ആയിരിക്കും. സോ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് ദ പെരിഫറൽ ആൻഡ് ഫ്ലെക്ഷൻ ഓഫ് ദ ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ്സ് ആയിരിക്കും എന്ന് പറയുന്നത് സ്വാൻ നെക്ക്. നമ്മുടെ സ്വാൻ നെക്ക് ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. സോ ഇറ്റ് ഈസ് ദ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് ദ
പ്രോക്സിമൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ് ആൻഡ് ഫ്ലെക്ഷൻ ഓഫ് ദ ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ്. നമ്മുടെ കയ്യിൽ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും പ്രോക്സിമൽ, ഇതായിരിക്കും ഡിസ്റ്റൽ. സോ പ്രോക്സിമലിന്റെ ഹൈപ്പർ എക്സ്റ്റൻഷനും ഡിസ്റ്റലിന്റെ ഫ്ലെക്ഷനും അതിനായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്വാൻ നെക്ക് ഡിഫോമിറ്റി എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ബട്ടൺ എയർ അല്ലെങ്കിൽ ബട്ടൺ ഹോൾ ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, പ്രോക്സിമലിന് ഫ്ലെക്ഷനും ഡിസ്റ്റലിൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. സോ ഇതിനായിരിക്കും നമ്മൾ ബട്ടൺ എയർ അല്ലെങ്കിൽ ബട്ടൺ ഹോൾ ഡിഫോമിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഹിച്ച് ഷിക്കേഴ്സ് തമ്പ് അല്ലെങ്കിൽ ഇസഡ് തമ്പ് എന്ന് പറയുന്നത് അനദർ ഡിഫോമിറ്റി എവിടെ കാണുന്നതായിരിക്കും, ആറയിൽ കാണുന്നതായിരിക്കും. ദെൻ ബേക്കർ സിസ്റ്റ് നമ്മളെ പോപ്റ്റിറ്റൽ ഫോസയിൽ ഉണ്ടാകുന്നതായിരിക്കും ബേക്കർ സിസ്റ്റ്, ഹാമർ ടോ ആൻഡ് ഹാലസ് വാഗസ്. ഇത് എത്രയായിരിക്കും, എന്ത് ആർട്ടിക്കുലർ ഡിഫോമിറ്റീസ് എവിടെ കാണുന്നത്, ആറയിൽ കാണുന്നത്. സോ ഏതൊക്കെയായിരിക്കും ആറയിൽ കാണുന്ന ഡിഫോമിറ്റീസ് നോക്കുവാണെങ്കിൽ ആർട്ടിക്കുലർ ഡിഫോമിറ്റീസ് ഏതൊക്കെയായിരിക്കും, സ്വാൻ നെക്ക് ഡിഫോമിറ്റി. സോ സ്വാൻ നെക്ക് ഡിഫോമിറ്റിയിൽ എന്തായിരിക്കും വരുന്നത്, പ്രോക്സിമൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റിൽ ഹൈപ്പർ എക്സ്റ്റൻഷനും ഡിസ്റ്റലിൽ വന്നിട്ട് ഫ്ലെക്ഷനും. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബട്ടൺ എയർ അല്ലെങ്കിൽ ബട്ടൺ ഹോൾ ഡിഫോമിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, പ്രോക്സിമലിലെ ഫ്ലെക്ഷൻ ആൻഡ് ഡിസ്റ്റലിലെ ഹൈപ്പർ എക്സ്റ്റൻഷൻ. ഹിച്ച് ഇക്കേഴ്സ് തമ്പ് അല്ലെങ്കിൽ ഇസഡ് തമ്പ് എന്ന് പറയും. ദെൻ ബേക്കർ സിസ്റ്റ് എന്ന് പറയുമ്പോൾ പോപ്റ്റിറ്റൽ ഫോസയുടെ ബാക്കിലായിട്ട് ഉണ്ടാകുന്നതായിരിക്കും ബേക്കർ സിസ്റ്റ്, ബട്ടൺ ഹോൾ ഹാമർ ടോ ആൻഡ് ഹാലസ് വാഗസ്. ഇത്രയായിരിക്കും ആർട്ടിക്കുലർ ഡിഫോമിറ്റീസ് സീൻ ഇൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഇനി എക്സ്ട്രാ ആർട്ടിക്കുലർ ഫീച്ചേഴ്സ് എവിടെയൊക്കെ കാണാം, നമ്മുടെ ഇപ്പൊ നമ്മൾ ഇത്രയും ഡിഫോമിറ്റീസ് ഉണ്ടായിരിക്കും, ആർട്ടിക്കുലർ ഡിഫോമിറ്റീസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ. സോ ഇതല്ലാണ്ട് എന്തൊക്കെയായിരിക്കും എക്സ്ട്രാ ആർട്ടിക്കുലർ ഫീച്ചേഴ്സ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ കാണുക. സോ ഫസ്റ്റ് എവിടെ വരാം, സ്കിന്നിൽ വരാം. സ്കിന്നിൽ എങ്ങനെയായിരിക്കും നോക്കുവാണെങ്കിൽ പെയിൻലെസ് നൊഡ്യൂൾസ് കാണാം. പെയിൻലെസ് നോൺ ടെൻഡർ സബ്ക്യൂട്ടേനിയസ് നൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. എവിടെ കാണും, എക്സ്റ്റൻസർ ആസ്പെക്ട് ഓഫ് എൽബോ. എൽബോയുടെ എക്സ്റ്റൻസർ ആസ്പെക്ട്, അതായത് നമ്മുടെ എൽബോയുടെ ബാക്കിലായിട്ട് കാണുന്നതായിരിക്കും എക്സ്റ്റൻസർ ആസ്പെക്ട് എന്ന് പറയുന്നത്. സോ എക്സ്റ്റൻസർ ആസ്പെക്ട് ഓഫ് എൽബോയിൽ പെയിൻലെസ് നോൺ ടെൻഡർ നൊഡ്യൂൾസ് കാണും. അതൊരു സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ഫീച്ചർ ആയിരിക്കും. അതേപോലെ തന്നെ വാസ്കുലൈറ്റിസും റൈനോൾഡ്സ് ഫിനോമിനോ വന്നിട്ട് സ്കിന്നിൽ ഉണ്ടായിരിക്കാം. സോ എക്സ്ട്രാ ആർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഫസ്റ്റ് നമ്മൾ ഇവിടെ പറഞ്ഞു, സ്കിന്നിൽ പറഞ്ഞു. സ്കിന്നിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, പെയിൻലെസ് നോൺ ടെൻഡർ സബ്ക്യൂട്ടേനിയസ് നൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. എവിടെ കാണും, ഓൺ എക്സ്റ്റൻസർ ആസ്പെക്ട് ഓഫ് എൽബോ. അതേപോലെ തന്നെ വാസ്കുലൈറ്റിസും റൈനോൾഡ്സ് ഫിനോമിനോ വന്നിട്ട് സ്കിന്നിൽ ഉണ്ടായിരിക്കുന്ന എക്സ്ട്രാ ആർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഓഫ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ അടുത്ത് നോക്കുവാണെങ്കിൽ ഐസിൽ കാണും. ഐസിൽ കാണുന്നതായിരിക്കും സ്ക്ലീറോമലേഷ്യ പെർഫറൻസ് അല്ലെങ്കിൽ അതുപോലെ സിക്ക ആൻഡ് സ്ക്ലീറൈറ്റിസ് ആൻഡ് എപ്പിസ്ക്ലീറൈറ്റിസ്. സ്ക്ലീറോമലേഷ്യ പെർഫറൻസ്, സിക്ക ഡ്രൈനസ് ഓഫ് ഐനസ് ഉണ്ടായിരിക്കും. സ്ക്ലീറൈറ്റിസും എപ്പിസ്ക്ലീറൈറ്റിസും ഐസിൽ ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും. ദെൻ ലങ്സിലാണെങ്കിൽ പ്ലൂറസി അല്ലെങ്കിൽ എഫ്യൂഷൻ, ഇന്റർസ്റ്റീഷ്യൽ ഫൈബ്രോസിസ് ആൻഡ് നൊഡ്യൂൾസ്. സോ ലങ്സിൽ ഉണ്ടായിരിക്കുന്ന എന്തൊക്കെയായിരിക്കും, പ്ലൂറസി ഓർ എഫ്യൂഷൻ, ഇന്റർസ്റ്റീഷ്യൽ ഫൈബ്രോസിസ് ആൻഡ് നൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. കാർഡിയക്കിൽ നോക്കുവാണെങ്കിൽ പെരികാർഡൈറ്റിസ് ആൻഡ് നൊഡ്യൂൾസ്. ഇപ്പൊ സ്കിന്നിൽ നൊഡ്യൂൾസ് ഉണ്ട്, ലങ്സിൽ നൊഡ്യൂൾസ് ഫോർമേഷൻ ഉണ്ടാകാം, കാർഡിയാക്കിൽ നൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. ഹെമറ്റോളജിക്കലി നോക്കുവാണെങ്കിൽ അനീമിയ ആൻഡ് ന്യൂറോളജിക്കലി നോക്കുവാണെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി. ഇത്രയായിരിക്കും എക്സ്ട്രാ ആർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഓഫ് ആർ എന്ന് പറഞ്ഞത്. സോ ആർട്ടിക്കുലർ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ആർട്ടിക്കുലർ ഡിഫോമിറ്റീസ് നമ്മൾ പറഞ്ഞു. സ്വാൻ നെക്ക് ഡിഫോമിറ്റി, ബട്ടൺ എയർ അല്ലെങ്കിൽ ബട്ടൺ ഹോൾ ഡിഫോമിറ്റി, ഹിച്ച് ഷിക്കേഴ്സ് തമ്പ് അല്ലെങ്കിൽ ഇസഡ് തമ്പ്, ബേക്കർ സിസ്റ്റ്, ഹാമർ ടോ, ഹാലസ് വാഗസ് ഒക്കെ ഉണ്ടാകും ആർട്ടിക്കുലർ ഡിഫോമിറ്റീസിൽ. വൈൽ എക്സ്ട്രാ ആർട്ടിക്കുലർ ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ എക്സ്ട്രാ ആർട്ടിക്കുലർ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമ്മൾ സ്കിന്നിൽ ഫസ്റ്റ് എന്ത് പറഞ്ഞു, പെയിൻലെസ് നോൺ ടെൻഡർ നൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. എവിടെ കാണും, ഓൺ എക്സ്റ്റൻസർ ആസ്പെക്ട് ഓഫ് എൽബോയിൽ കാണും. വാസ്കുലൈറ്റിസ് ആൻഡ് റൈനോൾഡ്സ് ഫിനോമിന ഉണ്ടായിരിക്കും. ദെൻ ഐസിൽ നോക്കുവാണെങ്കിൽ സ്ക്ലീറോമലേഷ്യൻ പെർഫറൻസ്, സിക്ക, സ്ക്ലീറൈറ്റിസ് ആൻഡ് എപ്പിസ്ക്ലീറൈറ്റിസ്. ലങ്സിൽ നോക്കുവാണെങ്കിൽ പ്ലൂറൽ എഫ്യൂഷൻ അല്ലെങ്കിൽ പ്ലൂറസി. അതേപോലെ തന്നെ അവിടെ ഇന്റർസ്റ്റീഷ്യൽ ഫൈബ്രോസിസും നൊഡ്യൂൾസും കാണും. ഹാർട്ടിൽ നോക്കുവാണെങ്കിൽ അവിടെയും നോഡ്യൂൾസ് ഫോർമേഷൻ ഉണ്ടായിരിക്കും ആൻഡ് പെരികാർഡൈറ്റിസ് ഉണ്ടായിരിക്കും. ആറയുടെ ഫീച്ചർ ആയിരിക്കും പെരികാർഡൈറ്റിസ് ആൻഡ് നൊഡ്യൂൾസ് ഇൻ ഹാർട്ട്. ഹെമറ്റോളജിക്കലി അനീമിയ ആൻഡ് ന്യൂറോളജിക്കലി പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടായിരിക്കും. ഇത് ഇത്രയും വന്നിട്ട് എന്തായിരിക്കും, എക്സ്ട്രാ ആർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഓഫ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിരിക്കും. ഇനി അസോസിയേഷൻ വിത്ത് ആറയുടെ കൂടെ അസോസിയേഷൻ അല്ലെങ്കിൽ ആറയെ കൂടെ ഉണ്ടാകുന്ന കുറെ സിൻഡ്രോംസ് ഉണ്ടായിരിക്കും. സോ അതെന്തൊക്കെയായിരിക്കും നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് സിൻഡ്രോം കാപ്ലാൻ സിൻഡ്രോം. കാപ്ലാൻ സിൻഡ്രോത്തിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പ്ലസ് ന്യൂമോകോണിയോസിസ് ആയിരിക്കും നമ്മൾ കാപ്ലാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. സോ സിൻഡ്രോം ഇൻ അസോസിയേഷൻ അല്ലെങ്കിൽ സിൻഡ്രോം ഇൻ ആർ ഏതൊക്കെയാ നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് ഈസ് കാപ്ലാൻ സിൻഡ്രോം. കാപ്ലാൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പ്ലസ് ന്യൂമോകോണിയോസിസ് ആയിരിക്കും കാപ്ലാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. സെക്കൻഡ് ഈസ് ഫെൽറ്റി സിൻഡ്രോം. ഫെൽറ്റി സിൻഡ്രോത്തിന് എന്ത് വരും, RA പ്ലസ് ന്യൂട്രോപീനിയ ആൻഡ് സ്പ്ലീനോമെഗാലി. എന്തൊക്കെയായിരിക്കും ഫെൽറ്റി സിൻഡ്രോത്തിൽ ഉണ്ടാകുന്നത്,
റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ന്യൂട്രോപീനിയ ആൻഡ് സ്പ്ലീനോമെഗാലി, അതായിരിക്കും ഫെൽറ്റി സിൻഡ്രോം. അത് വന്നിട്ട് ഓൾഡർ ഏജ് ഗ്രൂപ്പിലായിരിക്കും കാണുന്നത്. ദെൻ ജോഗ്രൻ സിൻഡ്രോം നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഡ്രൈ മൗത്തും ഡ്രൈ ഐസും, ദാറ്റ് ഇസ് കെരട്ടോ കൺജങ്ക്റ്റിവൈറ്റിസ് സിക്ക ആൻഡ് സെറോസ്റ്റോമിയ. ആറയുടെ കൂടെ ഡ്രൈനസ് ഓഫ് മൗത്ത് ആൻഡ് ഡ്രൈനസ് ഓഫ് ഐസ്, കെരട്ടോ കൺജങ്ക്റ്റിവൈറ്റിസ് സിക്ക ആൻഡ് സെറോസ്റ്റോമിയ വിത്ത് ആറ്, അതിനായിരിക്കും നമ്മൾ ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഷിമ്മേഴ്സ് ടെസ്റ്റ്. ഷിമ്മേഴ്സ് ടെസ്റ്റിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കൺജങ്ക്റ്റിവയിലോട്ട് ഒരു ഫിൽറ്റർ പേപ്പർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വന്നിട്ട് വെറ്റ് ആകില്ല ഇൻ ജോഗ്രൻ സിൻഡ്രോം, കാരണം ഡ്രൈനസ് ഓഫ് ദ ഐസ് ഉണ്ടായിരിക്കും. സോ ഒരു ഫിൽറ്റർ പേപ്പർ നമ്മൾ കൺജങ്ക്റ്റിവയിലോട്ട് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കൺജങ്ക്റ്റിവയിലോട്ട് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഫെയിൽസ് ടു ബി വെറ്റഡ് ബൈ ദ ടിയേഴ്സ് ഉണ്ടാകത്തില്ല. സോ അത് കാരണം നമ്മൾ ലിറ്റ്മസ് പേപ്പർ കൺജങ്ക്റ്റിവയിൽ വെക്കുകയാണെങ്കിൽ അത് വെറ്റ് ആകത്തില്ല. അതായിരിക്കും നമ്മൾ ഷിമ്മേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എവിടെയായിരിക്കും നമ്മൾ ചെയ്ത് നോക്കുന്നത്? ജോഗ്രൻ സിൻഡ്രോത്തിലായിരിക്കും. സോ ഇത്രയായിരിക്കും സിൻഡ്രോംസ് വിൻ ആർ എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയായിരിക്കും? കാപ്ലാൻ സിൻഡ്രോം, RA പ്ലസ് ന്യൂമോകോണിയോസിസ് ആയിരിക്കും കാപ്ലാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഫെൽറ്റി സിൻഡ്രോം RAയുടെ കൂടെ ന്യൂട്രോപീനിയ ആൻഡ് സ്പ്ലീനോമെഗാലി ഓൾഡർ പീപ്പിൾ ഉണ്ടാവുന്നതായിരിക്കും. ആൻഡ് ജോഗ്രൻ സിൻഡ്രോം RA പ്ലസ് കെരാട്ടോ കൺജങ്ക്റ്റിവൈറ്റിസ് സിക്ക ആൻഡ് സെറോസ്റ്റോമിയ, RA പ്ലസ് ഡ്രൈ മൗത്ത് ആൻഡ് ഡ്രൈ ഐസ്. അവിടെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടെസ്റ്റ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്? ഷിമ്മേഴ്സ് ടെസ്റ്റ്. ഷിമ്മേഴ്സ് ടെസ്റ്റിൽ എന്തായിരിക്കും ചെയ്യുന്നത്? ഒരു ഫിൽറ്റർ പേപ്പർ നമ്മൾ കൺജങ്ക്റ്റിവയിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ് ഫെയിൽസ് ടു ഗെറ്റ് വെറ്റ്. നമ്മൾ യൂഷ്വലി നമ്മുടെ കണ്ണിലോട്ട് ഒരു ഫിൽറ്റർ പേപ്പർ വെക്കുകയാണെങ്കിൽ നമ്മുടെ TSന്റെ പ്രസൻസ് കാരണം അത് വന്നിട്ട് വെറ്റ് ആകും. പക്ഷേങ്കിൽ ഇൻ ഡ്രൈനസ് ഓഫ് ദ ഐസ് ഉള്ള സമയത്ത് അത് വന്നിട്ട് ഇറ്റ് ഫെയിൽസ് ടു ഗെറ്റ് വെറ്റ് ബൈ ദ TS. അതായിരിക്കും ഷിമ്മേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എവിടെയായിരിക്കും നമ്മൾ ചെയ്യണത്? നമ്മുടെ ജോഗ്രൻ സിൻഡ്രോത്തിനകത്തായിരിക്കും നമ്മൾ ഷിമ്മേഴ്സ് ടെസ്റ്റ് നോക്കുന്നത്. ദെൻ ക്രോണിക് ജുവനൈൽ പോളിയാർത്രൈറ്റിസ്. ഇനി ജുവനൈൽ ഉണ്ടാകുന്ന പോളിയാർത്രൈറ്റിസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്നതായിരിക്കും സ്റ്റിൽസ് ഡിസീസ്. ക്രോണിക് ജുവനൈൽ പോളിയാർത്രൈറ്റിസ് അതിനെ പറയുന്നതായിരിക്കും സ്റ്റിൽസ് ഡിസീസ് എന്ന്. 16 ഇയേഴ്സിന് മുന്നേ അതിന്റെ ഓൺസെറ്റ് ഉണ്ടായിരിക്കും. അവിടെ എന്തൊക്കെയായിരിക്കും അതിന്റെ കൂടെ കാണുന്നത്? റാഷ്, ഫീവർ, ലിംഫഡ്നോപ്പതി ആൻഡ് സ്പ്ലീനോമെഗാലി ആയിരിക്കും. റാഷ് ഉണ്ടാകും, ഫീവർ ഉണ്ടാകും, ലിംഫഡ്നോപ്പതിയും സ്പ്ലീനോമെഗാലി ആയിരിക്കും എന്തിൻ്റെത്? സ്റ്റിൽസ് ഡിസീസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഐ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും എവിടെ? ഈ നമ്മുടെ സ്റ്റിൽസ് ഡിസീസിനകത്ത്. സോ നമ്മൾ എന്തൊക്കെയായിരിക്കും പറഞ്ഞത്? RA പറ്റി പറഞ്ഞു. ഒരു മോസ്റ്റ് കോമൺ ഇൻഫ്ലമേറ്ററി ഡിസീസ് ഓഫ് ദ ജോയിന്റ് ആയിരിക്കും. HLA-DR-W4, HLA-DR4 ആൻഡ് HLA-DR1 അസോസിയേഷൻ ഉണ്ടായിരിക്കും. അതിൽ HLA-DR4 ആയിരിക്കും നമ്മുടെ സിവിയറിറ്റി ഓഫ് ദ ഡിസീസുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പറയുന്നത്. പതോളജി എന്തായിരിക്കും? പാനസ് ഫോർമേഷൻ. പാനസ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ സൈനോവിയൽ മെമ്പറൈനിൽ വന്നിട്ട് ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നു. ആർട്ടിക്കുലർ കാർട്ടിലേജിൽ വന്നിട്ട് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ ഉണ്ടാകുന്നു. അതിനായിരിക്കും നമ്മൾ പാനസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഫീമെയിൽ ഈസ് ടു മെയിൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ 4:1 ഫീമെയിലായിരിക്കും കൂടുതലായിട്ട് അഫെക്ഷൻ ഉണ്ടാകുന്നത്. മോസ്റ്റ് കോമൺലി ഏത് ജോയിന്റിലായിരിക്കും? പെരിഫറൽ നോൺ വെയിറ്റ് ബിയറിംഗ് ജോയിന്റിലായിരിക്കും മെയിൻലി ഇൻവോൾവ് ആകുന്നത്. സാക്രോ ഇലിയാക് ജോയിന്റ് വന്നിട്ട് ലെസ് അഫക്റ്റ് അല്ലെങ്കിൽ അഫെക്ഷൻ ഉണ്ടാകത്തില്ല സാക്രോഇലിയാക് ജോയിന്റിൽ. സിമെട്രിക്കൽ ആയിരിക്കും, രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടായിരിക്കും സിമെട്രിക്കൽ ജോയിന്റ് അഫെക്ഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ദെൻ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു, മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഇൻമൊബിലിറ്റി ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ഫോളോ ചെയ്തിട്ട് സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ ജെൽ ഫിനോമിനം എന്ന് പറഞ്ഞു. ദെൻ അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് സബ്ലക്സേഷൻ ഉണ്ടാകണമെങ്കിൽ ഒരു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ ഓഫ് RA ആയിരിക്കും എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ഏതൊക്കെ ആർട്ടിക്കുലർ ആൻഡ് എക്സ്ട്രാ ആർട്ടിക്കുലർ ഫീച്ചേഴ്സ് പറഞ്ഞു. ആർട്ടിക്കുലർ ഫീച്ചേഴ്സിനകത്ത് എന്തൊക്കെ വന്നു? സ്വാൻ നെക്ക് ഡിഫോമിറ്റി, ബട്ടൺ എയർ ഡിഫോമിറ്റി, ഹിച്ച് ഇക്കേഴ്സ് തം, ബേക്കേഴ്സ് സിസ്റ്റ്, ഹാമർട്ടോ ഹാലസ് വാഗസ്. സ്വാൻ നെക്ക് ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ പ്രോക്സിമൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ് വന്നിട്ട് ഫ്ലെക്സ്ഡും സ്വാൻ നെക്ക് ഡിഫോമിറ്റി എന്ന് പറയുന്നത്. വൈൽ ബട്ടൺ എയർ ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് പ്രോക്സിമൽ ഫ്ലെക്ഷനും ഡിസ്റ്റലില് ഹൈപ്പർ എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. ഹിച്ച് ഇക്കേഴ്സ് തമ്പ് അല്ലെങ്കിൽ ഇസഡ് തമ്പ് എന്ന് പറയും. ബേക്കേഴ്സ് സിസ്റ്റ് പൊപ്ലിറ്റൽ ഫോസിൽ ഉണ്ടാകുന്നതായിരിക്കും. ഹാമർട്ടോ ആൻഡ് ഹാലസ് വാഗസ് ഇതായിരിക്കും ആർട്ടിക്കുലർ ഡിഫോമിറ്റീസ് ഓഫ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. എക്സ്ട്രാ ആർട്ടിക്കുലറിൽ ഫസ്റ്റ് സ്കിന്നിൽ ഒരു നൊഡ്യൂൾ ഉണ്ടായിരിക്കും. നൊഡ്യൂൾ ഫോർമേഷൻ എങ്ങനെയായിരിക്കും? പെയിൻലെസ് നോൺ ടെൻഡർ നൊഡ്യൂൾസ് ആയിരിക്കും. എവിടെയായിരിക്കും ഉണ്ടാകുന്നത്? എക്സ്റ്റൻസർ ആസ്പെക്ട് ഓഫ് എൽബോയിലായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വാസ്കുലൈറ്റിസും റൈനോഡ്സ് ഫിനോമിന ഉണ്ടാകാം. ദെൻ ഐസിൽ നോക്കുകയാണെങ്കിൽ ഐസിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കാം? സ്ക്ലിറോമലേഷ്യൻ പെർഫറൻസ്, സിക്ക, അതേപോലെ തന്നെ സ്ക്ലീറൈറ്റിസ് ആൻഡ് എപ്പിസ്ക്ലീറൈറ്റിസ് ഉണ്ടായിരിക്കും ഐസില്. ലങ്സിൽ നോക്കുവാണെങ്കിൽ പ്ലൂറസി അല്ലെങ്കിൽ പ്ലൂറൽ എഫ്യൂഷൻ,
ഇന്റർസ്റ്റീഷ്യൽ ഫൈബ്രോസിസ്, അതേപോലെ തന്നെ നോഡ്യൂൾസ് ഫോർമേഷൻ ഉണ്ടായിരിക്കാം. ദെൻ ഹാർട്ടിൽ നോക്കുവാണെങ്കിൽ അവിടെയും നോഡ്യൂൾസ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പെരികാർഡൈറ്റിസ് ഉണ്ടാകാം. ഹെമറ്റോളജിക്കലി നോക്കുവാണെങ്കിൽ അനീമിയ, ആൻഡ് ന്യൂറോളജിക്കലി നോക്കുവാണെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി. ഇത്രയായിരിക്കും എക്സ്ട്രാ ആർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഓഫ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമുക്ക് കാണാൻ പറ്റുക. ദെൻ ഏതൊക്കെ സിൻഡ്രോംസ് നമ്മൾ പറഞ്ഞു? കപ്ലാൻ സിൻഡ്രോം. കപ്ലാൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആറയുടെ കൂടെ എന്ത് വരുന്നതായിരിക്കും? ന്യൂമോകോണിയോസിസ് ആയിരിക്കും കപ്ലാൻ സിൻഡ്രോത്തിൽ വരിക. ഫെൽറ്റി സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആറയുടെ കൂടെ ന്യൂട്രോപീനിയയും സ്പ്ലീനോമെഗാലിയും ഓൾഡർ പീപ്പിൾ ഉണ്ടാവുന്നതായിരിക്കും ഫെൽറ്റി സിൻഡ്രോം. ദെൻ ജോഗ്രൻ സിൻഡ്രോം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആറയുടെ കൂടെ ഡ്രൈനസ് ഓഫ് മൗത്ത് ആൻഡ് ഡ്രൈനസ് ഓഫ് ഐസ്. സോ ആർഎ പ്ലസ് കെരാറ്റോ കൺജന്റിവൈറ്റിസ് സിക്ക ആൻഡ് സെറോസ്റ്റോമിയ ഇസ് ജോഗ്രൻ സിൻഡ്രോം. അവിടെ ആയിരിക്കും നമ്മൾ ഷിമ്മേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് അത് നനയണോ ഉണ്ടോ ടിയർ വെച്ചിട്ട് നമ്മുടെ കൺജന്റിവൽ അപ്ലൈ ചെയ്യുമ്പോൾ നനയുന്നോ ഇല്ലയോ നോക്കുന്നതായിരിക്കും ഷിമ്മേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് വന്നിട്ട് ഇറ്റ് ഫെയിൽ ടു ഗെറ്റ് വെറ്റ് ആയിരിക്കും നമ്മുടെ ജോഗ്രൻ സിൻഡ്രോത്തിൽ ഉണ്ടാകുക. ദെൻ ക്രോണിക് ജുവനൈൽ പോളിയാർത്രൈറ്റിസ് എന്താന്ന് പറഞ്ഞു? ക്രോണിക് ജുവനൈൽ പോളിയാർത്രൈറ്റിസിന് നമ്മൾ എന്തെന്ന് പറയും? സ്റ്റിൽസ് ഡിസീസ് എന്ന് പറയും. 16 വയസ്സിന് മുന്നേ അതിന്റെ പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. പ്രസന്റേഷൻ എങ്ങനെയായിരിക്കും? ഫീവർ, റാഷ്, ലിംഫഡനോപ്പതി ആൻഡ് സ്പ്ലിനോമെഗാലി ആയിരിക്കും അതിന്റെ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഐ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും. ദെൻ ആർ എ ഫാക്ടർ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നല്ലേ ആർ എ ഫാക്ടർ. സോ ആർ എ ഫാക്ടർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ആന്റി CCP എന്ന് പറയും. സോ ആർ എ ഫാക്ടർ വന്നിട്ട് നോക്കുവാണെങ്കിൽ ഇത് വന്നിട്ട് ഒരു നോൺ സ്പെസിഫിക് ആണ്. ആർ എയിൽ മാത്രമല്ല, ആർ എ ഫാക്ടർ ഈസ് നോട്ട് ഓൺലി പോസിറ്റീവ് ഇൻ ആർ എ, വേറെയും കുറെ കണ്ടീഷനകത്ത് വന്നിട്ട് ആർ എ ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ഒരു സ്പെസിഫിക് ആണ് ആർ എ ഫാക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. സോ എന്തായിരിക്കും സിംഗിൾ മോസ്റ്റ് അക്യുറേറ്റ് ടെസ്റ്റ് ഫോർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നോക്കുവാണെങ്കിൽ അത് ഈ ആന്റി CCP ആയിരിക്കും. ആന്റി സൈക്ലിക് സിട്രുലിനേറ്റ് പെപ്റ്റൈഡ് ആയിരിക്കും ആർ എക്ക് നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ഉള്ള ഒരു സിംഗിൾ മോസ്റ്റ് അക്യുറേറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ആന്റി CCP, ദാറ്റ് ഈസ് ആന്റി സൈക്ലിക് സിട്രുലിനേറ്റ് പെപ്റ്റൈഡ് ആയിരിക്കും. ഇനി ഒരു ഡിസീസിന്റെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂ സ്വെല്ലിംഗ് ആയിരിക്കും. ഇനി ആറേയിൽ മോസ്റ്റ് കോമൺ ഓഫ് ഡെത്ത് എന്തായിരിക്കും? കൊറോണറി ആർട്ടറി ഡിസീസ് വന്നിട്ടായിരിക്കും. ആറേ കാരണം ഒരു ഡെത്ത് ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ ഒരു മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൊറോണറി ആർട്ടറി ഡിസീസ് ആയിരിക്കും. സോ റുമറ്റോയ്ഡ് ഫാക്ടർ അത് വന്നിട്ട് ആറേക്ക് ഒരു സ്പെസിഫിക് ആണ്, നമുക്ക് നോൺ സ്പെസിഫിക് ഫോർ ആറേ ആയിരിക്കും. കാരണം അത് വേറെ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറിലും ക്രോണിക് ഇൻഫെക്ഷൻസിനകത്തും ഒക്കെ വന്നിട്ട് ആറേ ഫാക്ടർ പോസിറ്റീവ് ആകാം. സോ ഇറ്റ് ഈസ് നോട്ട് എ സ്പെസിഫിക്, നമ്മുടെ ആറേക്ക് മാത്രമായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് റുമറ്റോയ്ഡ് ഫാക്ടർ നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആറേക്ക് വേണ്ടി മാത്രമുള്ള ഒരു സിംഗിൾ മോസ്റ്റ് ആക്യുറേറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ആന്റി CCP ആയിരിക്കും. ആന്റി സൈക്ലിക് സിട്രുലിനേറ്റ് പെപ്റ്റൈഡ് ആയിരിക്കും. സ്പെസിഫിക് ഫോർ ഒൺലി സിംഗിൾ മോസ്റ്റ് സ്പെസിഫിക് ടെസ്റ്റ് ഫോർ ആർ എന്ന് പറഞ്ഞാൽ ആന്റി CCP ആയിരിക്കും. ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡിസീസ് എന്തായിരിക്കും? സോഫ്റ്റ് ടിഷ്യൂ സ്വെല്ലിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡെത്ത് ആറയിൽ ഉണ്ടാകുന്ന മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോസ് ഓഫ് ഡെത്ത് ഓഫ് ആർ എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അത് കൊറോണറി ആർട്ടറി ഡിസീസ് ആയിരിക്കും. സോ ആർ എ ഫാക്ടർ എവിടെയൊക്കെ പോസിറ്റീവ് ആയിരിക്കാം നോക്കുവാണെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ആർ എ പോസിറ്റീവ് ആയിരിക്കാം. ജോഗ്രൻ സിൻഡ്രോത്തിൽ ആർ എ പോസിറ്റീവ് ആയിരിക്കും. പ്രൈമറി ബിലിയറി കൊലാൻജൈറ്റിസിൽ ആർ എ പോസിറ്റീവ് ആയിരിക്കാം. ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിൽ ആർ എ പോസിറ്റീവ് ആയിരിക്കാം. SLEയിൽ ആർ എ പോസിറ്റീവ് കാണിക്കാം. ട്യൂബർക്കുലോസിസിൽ ആർ എ പോസിറ്റീവ് വരാം. ഈവൻ ഏജ് എബോവ് 65 ഇയേഴ്സിൽ കൂടെ ആർ എ പോസിറ്റീവ് എന്ന് കാണിക്കാം. സോ ആർ എ പോസിറ്റീവ് വന്നിട്ട് നമുക്ക് ഒരിക്കലും ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ മാത്രം സ്പെസിഫിക് എന്ന് പറയാൻ പറ്റത്തില്ല. വേറെ ഏതൊക്കെ കണ്ടീഷൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോഗ്രൻ സിൻഡ്രോം, പ്രൈമറി ബിലിയറി കൊലാൻജൈറ്റിസ്, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, SLE, ട്യൂബർക്കുലോസിസ്, ഏജ് എബോവ് 65 ഇയേഴ്സ്, ഇവിടെ എല്ലാം വന്നിട്ട് ആർ എ വന്നിട്ട് പോസിറ്റീവ് എന്ന് കാണിക്കാൻ പറ്റും. സോ നമുക്കൊരു എക്സാക്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ മോസ്റ്റ് ആക്യുറേറ്റ് ടെസ്റ്റ് ഓഫ് ആർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? ആന്റി CCP, ഏതായിരിക്കും? ആന്റി സൈക്ലിക് സിട്രുലിനേറ്റഡ് പെപ്റ്റൈഡ് ആയിരിക്കും സിംഗിൾ മോസ്റ്റ് ആക്യുറേറ്റ് ടെസ്റ്റ് ഫോർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ. സോ അത്ര ആയിരിക്കും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ പറ്റി പറഞ്ഞത്. ഒന്നും കൂടെ ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയാം. ക്രോണിക് ഇൻഫ്ലമേറ്ററി അഫെക്ഷൻ ഓഫ് ജോയിന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പതോളജി നമ്മൾ പാനസ് ഫോർമേഷന്റെ കാര്യം പറഞ്ഞു. സോ പാനസ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈനോവിയൽ മെംബ്രെയിന്റെ ഹൈപ്പർട്രോഫിയും ആർട്ടിക്കുലർ കാർട്ടിലേജിൽ വന്നിട്ട് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ ഉണ്ടാവുന്നു. അതിനായിരിക്കും നമ്മൾ പാനസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫീമെയിൽ ആയിരിക്കും ചാൻസസ് വരാനുള്ളത് കൂടുതൽ. പിന്നെ പെരിഫറൽ നോൺ വെയിറ്റ് ബിയറിംഗ് ജോയിന്റിലായിരിക്കും അഫെക്ഷൻ. സിമെട്രിക്കൽ അഫെക്ഷൻ ആയിരിക്കും. മോർണിംഗ് സ്റ്റിഫ്നെസ് ആൻഡ് ജെൽ ഫിനോമിനയുടെ കാര്യം പറഞ്ഞു. ദെൻ ആർട്ടിക്കുലർ ആൻഡ് എക്സ്ട്രാ ആർട്ടിക്കുലർ
affections articular Svanek deformity, buttonair deformity, Hitchhiker's thumb, Baker's cyst, Hamato and Hallus valgus ഉണ്ടായിരിക്കും. എക്സ്ട്രാ ആർട്ടിക്കുലറിനകത്ത് സ്കിന്നിലാണെങ്കിൽ മെയിൻലി നൊഡ്യൂൾസിന്റെ കാര്യം പറയണം, ഐയിലാണെങ്കിൽ സ്ക്ലീറൈറ്റിസ്, സിക്ക, പിന്നെ ലങ്സിലാണെങ്കിലും ഇന്റർസ്റ്റിഷ്യൽ ഫൈബ്രോസിസ്, എഫ്യൂഷൻ, അതേപോലെ നൊഡ്യൂൾസ് ഫോർമേഷൻ ഉണ്ടായിരിക്കും അവിടെയും. ലങ്സ് ഹാർട്ടിലാണെങ്കിൽ അവിടെയും പെരികാർഡൈറ്റിസും നൊഡ്യൂൾ ഫോർമേഷനും, ഹെമറ്റോളജിക്കൽ ആണെങ്കിൽ അനീമിയ, ന്യൂറോളജിക്കൽ ആണെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി, ഇത്രയായിരിക്കും എക്സ്ട്രാ ആർട്ടിക്കുലർ ഫീച്ചേഴ്സ്. ദെൻ സിൻഡ്രോംസ് നമ്മൾ പറഞ്ഞു, കപ്ലാൻ സിൻഡ്രോം, RA+ ന്യൂമോകോണിയോസിസ്, ഫെൽറ്റി സിൻഡ്രോം, RA+ സ്പ്ലിനോമെഗാലി പ്ലസ് ന്യൂട്രോപീനിയ, ആൻഡ് ജോഗ്രൻ സിൻഡ്രോം, RA+ കെരാട്ടോ കൺജങ്ക്റ്റിവൈറ്റിസ്, സിക്ക ആൻഡ് സെറോസ്റ്റോമിയ. ഇത്രയായിരിക്കും സിൻഡ്രോം പറഞ്ഞു. ദെൻ നമ്മൾ സ്റ്റിൽസ് ഡിസീസിനെ പറ്റി പറഞ്ഞു. സ്റ്റിൽസ് ഡിസീസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ജുവനൈൽ ക്രോണിക് ജുവനൈൽ പോളി ആർത്രൈറ്റിസ് ആയിരിക്കും സ്റ്റിൽസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ 16 വയസ്സിന് മുന്നേ ഉണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്? ഒരു റാഷ്, ഫീവർ, ലിംഫാഡിനോപ്പതി ആൻഡ് സ്പ്ലീനോമെഗാലി, അങ്ങനെ ആയിരിക്കും പ്രസന്റേഷൻ ഉണ്ടാകുന്നത്. അതിന്റെ കൂടെ വന്നിട്ട് ഐ ഇൻവോൾവ്മെന്റും ഉണ്ടായിരിക്കും, ലൈക്ക് യുവൈറ്റിസ് ആൻഡ് കെരട്ടോപ്പതി, അങ്ങനെയുള്ള കാര്യങ്ങളും കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും എവിടെ? സ്റ്റിൽസ് ഡിസീസിൽ. ദെൻ നമ്മൾ RA ഫാക്ടറും ആന്റി CCP ഫാക്ടറിന്റെയും കാര്യം പറഞ്ഞു. RA ഫാക്ടർ ഒരിക്കലും ഒരു സ്പെസിഫിക് ഫോർ RA റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് മാത്രം സ്പെസിഫിക് ആണെന്ന് പറയാൻ പറ്റത്തില്ല. വേറെയുള്ള കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറിലും ക്രോണിക് ഇൻഫെക്ഷൻസിനകത്തൊക്കെ വന്നിട്ട് RA ഫാക്ടർ പോസിറ്റീവ് ആകാം. സോറി, അതുകൊണ്ട് RA ഫാക്ടർ ഒരിക്കലും ഒരു സ്പെസിഫിക് ഫോർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയാൻ പറ്റില്ല. വേറെ ഏതൊക്കെ കണ്ടീഷൻ നമുക്ക് RA ഫാക്ടർ പോസിറ്റീവ് ആണെന്ന് നോക്കുവാണെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ പോസിറ്റീവ് ആയിരിക്കും, ജോഗ്രൻ സിൻഡ്രത്തിൽ പോസിറ്റീവ് ആയിരിക്കും, SLE പോസിറ്റീവ് ആയിരിക്കും, ട്യൂബർകുലോസിസിൽ പോസിറ്റീവ് ആയിരിക്കാം, പ്രൈമറി ബിലിയറി കൊളാഞ്ചൈറ്റിസിൽ, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിൽ, അതുപോലെ തന്നെ ഏജ് അബോവ് 65 ഇയേഴ്സിലൊക്കെ RA വന്നിട്ട് പോസിറ്റീവ് ആയിരിക്കാം. സോ ഇത്ര ആയിരിക്കും നമ്മൾ. അതുകൊണ്ട് തന്നെ ആന്റി CCP, ആന്റി സൈക്ലിക് സിട്രുലിനേറ്റഡ് പെപ്റ്റൈഡ് ആയിരിക്കും ഒരു സിംഗിൾ മോസ്റ്റ് ആക്യുറേറ്റ് ടെസ്റ്റ് ഫോർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ പറയുന്നത്. സോ അത്ര ആയിരിക്കും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ. ദെൻ നമ്മുടെ സെക്കൻഡ് ടോപ്പിക് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ്, അതായത് SLE. SLE എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? SLE എന്ന് പറഞ്ഞാല് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആയിരിക്കും SLE. ഓട്ടോ ഇമ്മ്യൂൺ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആയിരിക്കും SLE. സോ SLE നോക്കുകയാണെങ്കിൽ 90% ഇവിടെയും വന്നിട്ട് SLE 90% അഫെക്ഷൻ ഫീമെയിലായിരിക്കും. 1:18 റേഷ്യോയിലായിരിക്കും നമുക്ക് മെയിൽ ഈസ്റ്റ് ഫീമെയിലിൽ കാണുന്നത്. 1:18, അതായത് ഒരു മെയിലിൽ അഫക്ട് ചെയ്യുമ്പോൾ 18 ഫീമെയിൽസ്, അത് ഒരു മെയിലിലായിരിക്കും അഫെക്ഷൻ ഉണ്ടാകുന്നത്. സോ 1:18 റേഷ്യോ ആയിരിക്കും മെയിൽ ഈസ്റ്റ് ഫീമെയിൽ റേഷ്യോ ഓഫ് SLE കാണുന്നത്. ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആയിരിക്കും. 90% അഫെക്ഷനും ഫീമെയിൽസിലായിരിക്കും. 20 to 30 ഇയേഴ്സിനകത്തായിരിക്കും മെയിൻലി ഉണ്ടാകുന്നത്. 5 ഇയേഴ്സിന് താഴെ വന്നിട്ട് പ്രസന്റേഷൻ വന്നിട്ട് വളരെ റെയർ ആയിരിക്കും. സോ അതായിരിക്കും SLE ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആയിരിക്കും. ദെൻ നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ പതോളജി എന്താ നോക്കുവാണെങ്കിൽ, ഇവിടെ പതോളജി നോക്കുവാണെങ്കിൽ T ലിംഫോസൈറ്റ്സിന്റെ ഫംഗ്ഷൻ സപ്രസ് ആകുന്ന അതേപോലെ തന്നെ B ലിംഫോസൈറ്റ്സിന് ഒരു ഓവർ ആക്ടിവിറ്റി ഉണ്ടാകുന്നു. T ലിംഫോസൈറ്റ്സിന്റെ ഫംഗ്ഷൻ സപ്രസ് ആകുന്നു, വൈൽ B ലിംഫോസൈറ്റ്സിന്റെ ഫംഗ്ഷൻ ഓവർ ആക്ടിവിറ്റി ആകുന്നു. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? T ലിംഫോസൈറ്റ്സ് ആണെങ്കിൽ എന്തായിരിക്കും? സെല്ലുലാർ ഇമ്മ്യൂണിറ്റി, വൈൽ B ലിംഫോസൈറ്റ് ആണെങ്കിൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. B ലിംഫോസൈറ്റിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്? പ്ലാസ്മ സെൽസ്. അവിടെ നിന്ന് എന്ത് വരുന്നു? ആന്റിബോഡീസ് വരുന്നു, അല്ലെ? സോ വാട്ട് വിൽ ഹാപ്പൻ? സപ്പറേഷൻ ഓഫ് T ലിംഫോസൈറ്റ്സ്. T ലിംഫോസൈറ്റ്സിന്റെ സപ്പറേഷനും B ലിംഫോസൈറ്റ്സിന്റെ ഓവർ ആക്ടിവിറ്റി ഉണ്ടാകുന്ന കാരണമായിരിക്കും എന്ത് ഫോം ആകുന്നത്? ഓട്ടോ ആന്റിബോഡീസ് ഫോം ആകും. മെയിൻലി ഏതായിരിക്കും? IgG ആൻഡ് IgM കാറ്റഗറിയിലുള്ള ഓട്ടോ ആന്റിബോഡീസ് ആയിരിക്കും അവിടെ ഫോം ആകുന്നത്. സോ അതായിരിക്കും പതോഫിസിയോളജി അല്ലെങ്കിൽ പതോളജി നോക്കുവാണെങ്കിൽ T ലിംഫോസൈറ്റിന്റെ സപ്പറേഷൻ ഓഫ് T ലിംഫോസൈറ്റ് ആൻഡ് ഓവർ ആക്ടിവിറ്റി ഓഫ് B ലിംഫോസൈറ്റ്. T ലിംഫോസൈറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? നമുക്കറിയാം സെല്ലുലാർ ഇമ്മ്യൂണിറ്റി ആയിരിക്കും, വൈൽ B ലിംഫോസൈറ്റ് ആയിരിക്കും ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യണത്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? B ലിംഫോസൈറ്റിൽ നിന്ന് പ്ലാസ്മ സെൽസ് അവിടെ നിന്ന് ആന്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാവും, അല്ലെ? സോ T ലിംഫോസൈറ്റ്സിന്റെ അതിനെ സപ്രസ് ചെയ്തുകൊണ്ട് B ലിംഫോസൈറ്റ് ഓവർ ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് ഓട്ടോ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഏത് കാറ്റഗറി ആയിരിക്കും? മോസ്റ്റ് ഓഫ് ആൻ IgG ആൻഡ് IgM കാറ്റഗറിയിലുള്ള ഓട്ടോ ആന്റിബോഡീസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ അസോസിയേഷൻ കാണുന്ന ഏതായിരിക്കും? അസോസിയേറ്റഡ് വിത്ത് HLA-B8 ആൻഡ് HLA-DR3 ആയിരിക്കും അസോസിയേഷൻ ഉണ്ടായിരിക്കുന്നത്. അസോസിയേറ്റഡ് വിത്ത് HLA-B8 ആൻഡ് HLA-DR3. അതേപോലെ തന്നെ ഇൻഹെറിറ്റഡ് ഡെഫിഷ്യൻസി ഓഫ് C1, C4 ആൻഡ് C4 കോംപ്ലിമെന്റ്സ് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. സോ അസോസിയേറ്റഡ് വിത്ത് HLA-B8 ആൻഡ് HLA-DR3 ആയിരിക്കും മെയിൻലി എവിടെ? SLE ഉണ്ടായിരിക്കുന്ന
അസോസിയേഷൻസ് പറയുകയാണെങ്കിൽ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? സെപ്പറേഷൻ ഓഫ് ദ ടി ലിംഫോസൈറ്റ് ആൻഡ് ഓവർ ആക്ടിവിറ്റി ഓഫ് ബി ലിംഫോസൈറ്റ്. ടി ലിംഫോസൈറ്റിന്റെ സെപ്പറേഷനും ബി ലിംഫോസൈറ്റിന്റെ ഓവർ ആക്ടിവിറ്റിയും കാരണമായിരിക്കും ഓട്ടോ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓട്ടോ ആന്റിബോഡീസ് ഏത് കാറ്റഗറിയിലായിരിക്കും അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആയിരിക്കും? IgM ആൻഡ് IgG ടൈപ്പിലുള്ള ഓട്ടോ ആന്റിബോഡീസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അവിടെ ഒരു മോസ്റ്റ് കോമൺ ഓട്ടോ ആന്റിബോഡി അല്ലെങ്കിൽ മോസ്റ്റ് സെൻസിറ്റീവ് എന്ന് പറയുന്നത് ANA ആയിരിക്കും. അതേപോലെ മോസ്റ്റ് സ്പെസിഫിക് എന്ന് പറഞ്ഞിട്ട് ആന്റി സ്മിത്ത് ആന്റിബോഡിയെ പറ്റിയിട്ടും പറയുന്നുണ്ട് ഇൻ SLE. അപ്പൊ SLE കാണുന്ന മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓട്ടോ ആന്റിബോഡി ANA ആന്റിബോഡി ആയിരിക്കും. വൈൽ മോസ്റ്റ് സ്പെസിഫിക് എന്ന് പറഞ്ഞിട്ട് ആന്റി സ്മിത്ത് ആന്റിബോഡിയും കാണും എവിടെ? നമ്മുടെ SLE. ദെൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സിനകത്ത് ഫസ്റ്റ് പറയണത് ലൂപ്പസ് ആർത്രൈറ്റിസ്, അതായത് ആർട്ടിക്കുലർ അഫെക്ഷൻ ഉണ്ടാവും. സോ ആർട്ടിക്കുലർ അഫെക്ഷൻ, അതിന് ലൂപ്പസ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. സോ എന്തായിരിക്കും മെയിൻലി അതിനകത്ത് ഉണ്ടാകുന്ന ഒരു അഫെക്ഷൻ ആയിരിക്കും ജാക്കോട്സ് ആർത്രോപ്പതി എന്ന് പറയും. ജാക്കോട്സ് ആർത്രോപ്പതി. സോ മോസ്റ്റ് കോമൺ ഫീച്ചർ എന്തായിരിക്കും? ആർത്രാൾജി ആയിരിക്കും ലൂപ്പസ് ആർത്രൈറ്റിസിനകത്ത്. മോർണിംഗ് സ്റ്റിഫ്നെസ് അസോസിയേറ്റഡ് ആയിട്ട് കാണും. ജോയിന്റ് ഡീഫോമിറ്റി ഉണ്ടാകും. ജോയിന്റ് ഡീഫോമിറ്റി ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? ടെൻഡൻ ഡാമേജ് ഉണ്ടാകുന്ന കാരണമായിരിക്കും ജോയിന്റ് ഡീഫോമിറ്റി ഉണ്ടാകുന്നത്. ആ ഡീഫോമിറ്റിനെ പറയുന്നതായിരിക്കും ജാക്കോട്സ് ആർത്രോപ്പതി എന്ന് പറയും. എവിടെ കാണും? നമ്മുടെ SLE ലൂപ്പസ് ആർത്രൈറ്റിസിൽ കാണുന്നതായിരിക്കും ജാക്കോട്സ് ആർത്രോപ്പതി. സോ ക്ലിനിക്കൽ ഫീച്ചർ ഓഫ് SLE നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ആർത്രൈറ്റിസ് ആയിരിക്കും അല്ലെങ്കിൽ ആർട്ടിക്കുലർ ജോയിന്റ് അഫെക്ഷൻസ് ആയിരിക്കും. അതിനെ നമ്മൾ ലൂപ്പസ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. മോസ്റ്റ് കോമൺ ഫീച്ചർ എന്തായിരിക്കും? ആർത്രാൾജി അല്ലെങ്കിൽ പെയിൻ ഇൻ ദ ജോയിന്റ്സ് ആയിരിക്കും മോസ്റ്റ് കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞാല്. അതേപോലെ തന്നെ അസോസിയേറ്റ് ചെയ്തിട്ട് മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കാം, ജോയിന്റ് ഡീഫോമിറ്റി ഉണ്ടായിരിക്കും. ജോയിന്റ് ഡീഫോമിറ്റി എന്തുകൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്? ടെൻഡൻ ഡാമേജ് കാരണമായിരിക്കും ജോയിന്റ് ഡീഫോമിറ്റി ഉണ്ടാകുന്നത്. ആ ജോയിന്റ് ഡീഫോമിറ്റി പറയുന്നതായിരിക്കും നമ്മൾ ജാക്കോട്സ് ആർത്രോപ്പതി എന്ന് പറയും. റെഡ്യൂസിബിൾ നോൺ ഇറോസീവ് ജോയിന്റ് ഡീഫോമിറ്റീസ് ആയിരിക്കും വിത്ത് പ്രിസർവേഷൻ ഓഫ് ഹാൻഡ് ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ ജാക്കോട്സ് ആർത്രോപ്പതി എന്ന് പറയുന്നത്. റെഡ്യൂസിബിൾ നോൺ ഇറോസീവ് ജോയിന്റ് ഡീഫോമിറ്റീസ് ആയിരിക്കും ജാക്കോട്സ് ആർത്രോപ്പതി. എന്ത് കാരണമായിരിക്കും ജോയിന്റ് ഡീഫോമിറ്റി ഉണ്ടാകുന്നത്? ടെൻഡൻ ഡാമേജ് ഉണ്ടാകുന്ന കാരണമായിരിക്കും ആ ജോയിന്റ് ഡീഫോമിറ്റീസ് ഉണ്ടാകുന്നത് ഇൻ ലൂപ്പസ് ആർത്രൈറ്റിസ്. സോ ആർട്ടിക്കുലർ ഇൻവോൾവ്മെന്റ് പറഞ്ഞു. അടുത്ത വന്നിട്ട് സ്കിൻ ഇൻവോൾവ്മെന്റ്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ക്യൂട്ടേനിയസ് ലൂപ്പസ് എന്ന് പറയും. ഓക്കെ, ക്യൂട്ടേനിയസ് ലൂപ്പസ് എന്ന് പറയും. നമ്മുടെ ഒരു ഡയഗ്നോസ്റ്റിക് ഫീച്ചർ കൂടെ ആയിരിക്കും ഈ എറപ്ഷൻസ്. എന്തായിരിക്കും? ഫോട്ടോ സെൻസിറ്റീവ് എറപ്ഷൻസ് ആയിരിക്കും. എറപ്ഷൻസ് വിച്ച് ആർ പ്രസിപ്പിറ്റേറ്റഡ് ബൈ സൺ എക്സ്പോഷർ എവിടെ കാണുന്നതായിരിക്കും? SLE ആയിരിക്കും. സോ ദേ ആർ ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും. എറപ്ഷൻസ് വന്നിട്ട് എങ്ങനെയായിരിക്കും? പ്രസിപ്പിറ്റേറ്റഡ് ബൈ സൺ എക്സ്പോഷർ. സൺ എക്സ്പോഷർ ഉണ്ടാകുമ്പോഴത്തേക്ക് പ്രസിപ്പിറ്റേറ്റഡ് അല്ലെങ്കിൽ ആ എറപ്ഷൻസ് വന്നിട്ട് അറേസ് ആണ് എപ്പോഴായിരിക്കും? ബൈ എക്സ്പോഷർ ടു സണ്ണിലായിരിക്കും ആ സ്കിൻ റീഷൻസ് അല്ലെങ്കിൽ സ്കിൻ എറപ്ഷൻസ് അപ്പിയർ ആകുന്നത്. അതുകൊണ്ടായിരിക്കും അത് ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും. ക്ലാസിക്കൽ ഫേഷ്യൽ റാഷ് കാണും. ബട്ടർഫ്ലൈ ലാഷ് നമ്മൾ പറയത്തില്ലേ? സോ ക്ലാസിക്കൽ ഫേഷ്യൽ റാഷ് കാണും. എർത്തിമാറ്റസ് റേസ്ഡ് പെയിൻഫുൾ ഇച്ചി റാഷ് ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ ചീക്കിന്റെ മേലെ ഉണ്ടായിരിക്കും നമ്മൾ ബട്ടർഫ്ലൈ ലാഷ് എന്ന് പറയുന്നത്. എർത്തിമാറ്റസ് റേസ്ഡ് പെയിൻഫുൾ ഇച്ചി റാഷ് ആയിരിക്കും. ക്ലാസിക്കൽ ഫേഷ്യൽ റാഷ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡിസ്കോർഡ് റാഷും അതിന്റെ കൂടെ തന്നെ സ്കാറിങ് അലോപേഷ്യ ഉണ്ടായിരിക്കും. ആൻഡ് അർട്ടിക്കൽ ഇറപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇത്രയായിരിക്കും എന്ത്? നമ്മുടെ ക്യൂട്ടേനിയസ് ലൂപ്പസ്. അപ്പൊ നമ്മൾ ആദ്യം ക്ലിനിക്കൽ ഫീച്ചേഴ്സിനൊക്കെ എന്ത് പറഞ്ഞു? ലൂപ്പസ് ആർത്രൈറ്റിസ് പറഞ്ഞു. ലൂപ്പസ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ആർത്രാൾജി ആയിരിക്കും മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞു. മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും, ജോയിന്റ് ഡീഫോമിറ്റി ഉണ്ടായിരിക്കും. ആ ജോയിന്റ് ഡീഫോമിറ്റിന് എന്തായിരിക്കും പറയുന്നത്? ജാക്കോട്സ് ആർത്രോപ്പതി എന്ന് പറയും. എന്തുകൊണ്ടാണ് ആ ജോയിന്റ് ഡീഫോമിറ്റി ഉണ്ടാകുന്നത്? ടെൻഡന് ഡാമേജ് ഉണ്ടാകുന്ന കാരണമായിരിക്കും ആ ജോയിന്റ് ഡീഫോമിറ്റി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ദെൻ ക്യൂട്ടേനിയസ് ലൂപ്പസ്. ക്യൂട്ടേനിയസ് ലൂപ്പസ് എന്തായിരിക്കും? സ്കിൻ അഫെക്ഷൻ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? സ്കിൻ അഫെക്ഷൻ ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും. എറപ്ഷൻസ് എന്ത് കാരണമായിരിക്കും വരുന്നത്? സൺ എക്സ്പോഷർ കാരണമായിരിക്കും എറപ്ഷൻസ് ഉണ്ടാകുന്നത്. ദെൻ നമ്മുടെ ക്ലാസിക്കൽ ഫേഷ്യൽ റാഷ് കാണും. അതെങ്ങനെയായിരിക്കും? എർത്തിമാറ്റസ് റേസ്ഡ് പെയിൻഫുൾ റാഷ് ആയിരിക്കും. എവിടെ കാണും? നമ്മുടെ ഓവർ ദ ചീക്സ് കാണുന്നതായിരിക്കും ക്ലാസിക്കൽ റാഷ് എന്ന് പറയുന്നത്, ക്ലാസിക്കൽ ഫേഷ്യൽ റാഷ്. Then discoid റാഷും hyperkeratosis with follicular plugging with scarring alopecia ഉണ്ടായിരിക്കും discoid റാഷിനകത്ത്. Then urticarial eruptions ഉണ്ടായിരിക്കും. ഇത്ര ആയിരിക്കും നമ്മുടെ ക്യൂട്ടേനിയസ് ലൂപ്പസിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാല്. Then lupus nephritis, അതായത് നമ്മുടെ കിഡ്നിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതായിരിക്കും, കിഡ്നിക്ക് അഫെക്ഷൻ ഉണ്ടാകുന്നതായിരിക്കും. SLE affection in the kidney, it is called as lupus nephritis. One of the main determination of the progress and regular monitoring. ഒരു നമ്മുടെ SLEയുടെ പ്രോഗ്രസിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ലൂപ്പസ് നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാല്. ഇത് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. SLEയുടെ കിഡ്നി അഫെക്ഷൻ എന്തായിരിക്കും ചോദിച്ചിട്ട്. സോ
ഇറ്റ് ഈസ് പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ആയിരിക്കും അഫെക്ഷൻ അല്ലെങ്കിൽ പതോളജി ഇൻ കിഡ്നി ഇൻ SLE നോക്കുവാണെങ്കിൽ എന്തായിരിക്കും പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. എന്ത് പതോളജി ആയിരിക്കും? പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? പ്രൊഫ്യൂസ് ഹെമറ്റൂറിയ, പ്രോട്ടീനൂറിയ ആൻഡ് കാസ്റ്റ് ഓൺ യൂറിൻ മൈക്രോസ്കോപ്പി. എങ്ങനെയായിരിക്കും അത്? proliferative glomerulonephritis. It is characterized by hematuria, proteinuria and cast on urine microscopy ആയിരിക്കും. അതായിരിക്കും ലൂപ്പസ് നെഫ്രൈറ്റിസിനകത്ത് കാണുക. എന്തായിരിക്കും ഒരു നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഒരു ഡിറ്റർമിനേഷൻ, അതായത് ഡിസീസ് എത്രത്തോളം പ്രോഗ്രസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു റെഗുലർ മോണിറ്ററിംഗ് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഈ ലൂപ്പസ് നെഫ്രൈറ്റിസ് കണ്ടീഷൻ. എന്തായിരിക്കും സംഭവിക്കുന്ന അവിടുത്തെ പതോളജി? എന്തായിരിക്കും? പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ആയിരിക്കും അവിടുത്തെ പതോളജി. അത് എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്ത് കാണിക്കും? പ്രൊഫ്യൂസ് ഹെമറ്റൂറിയ, പ്രോട്ടീനൂറിയ ആൻഡ് കാസ്റ്റ് ഓൺ ദ യൂറിൻ മൈക്രോസ്കോപ്പി ഉണ്ടായിരിക്കും. ഇനി കാർഡിയോവാസ്കുലർ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ RA പഠിച്ച പോലെ തന്നെ കാർഡിയോവാസ്കുലർ എഫക്ഷൻ പെരികാർഡൈറ്റിസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരു എൻഡോകാർഡൈറ്റിസ് ഉണ്ടായിരിക്കും. ലിപ്മാൻ സാക്സ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയും. ഇറ്റ് ഈസ് സീൻ ഇൻ SLE ഉണ്ടാകുന്നതായിരിക്കും. പെരികാർഡൈറ്റിസ് ഉണ്ടാവും, മയോകാർഡൈറ്റിസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ലിപ്മാൻ സാക്സ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയും. സോ വാട്ട് ഈസ് ദിസ് ലിപ്മാൻ സാക്സ് എൻഡോകാർഡൈറ്റിസ് നോക്കുവാണെങ്കിൽ നോൺ ബാക്ടീരിയൽ, അതായത് ഒരു ഇൻഫെക്ഷൻ കാരണം അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം അല്ലാതെ ഉണ്ടാകുന്ന വെരൂക്കസ് എൻഡോകാർഡൈറ്റിസ് അഫക്റ്റിംഗ് ദ മിട്രൽ വാൽവിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിപ്മാൻ സാക്സ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. സോ എന്താണ് ലിപ്മാൻ? ഹാർട്ട് അഫെക്ഷൻ ആയിരിക്കും. എവിടെ? SLEയുടെ ഹാർട്ടിൽ ഉണ്ടാകുന്ന അഫെക്ഷൻസ് അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മൾ പറയുന്നത്. പെരികാർഡൈറ്റിസ് ഉണ്ടായിരിക്കും. അതേപോലെ ഉണ്ടാകുന്നതായിരിക്കും ലിപ്മാൻ സാക്സ് എൻഡോകാർഡൈറ്റിസ്. സോ എന്താണ് ലിപ്മാൻ സാക്സ് എൻഡോകാർഡൈറ്റിസ് നോക്കുവാണെങ്കിൽ നോൺ ബാക്ടീരിയൽ വെരൂക്കസ് എൻഡോകാർഡൈറ്റിസ് ആയിരിക്കും. എവിടെ എഫക്ട് ചെയ്യുന്നത്? മിട്രൽ വാൽവിനെ എഫക്ട് ചെയ്യുന്ന നോൺ ബാക്ടീരിയൽ വെരൂക്കസ് എൻഡോകാർഡൈറ്റിസിനായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിപ്മാൻ സാക്സ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. അതായിരിക്കും കാർഡിയോവാസ്കുലാറിൽ ഉണ്ടാകുന്ന ഫീച്ചർ ഇൻ SLE. ദെൻ ലങ്സിൽ നോക്കുവാണെങ്കിൽ പ്ലൂറൈറ്റിക് പെയിൻ അല്ലെങ്കിൽ പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഷ്രിങ്കിങ് ലങ് സിൻഡ്രോം എവിടെ? SLE ഉണ്ടായിരിക്കുന്നതായിരിക്കും പ്ലൂറൈറ്റിക് പെയിൻ ഓർ പ്ലൂറൽ എഫ്യൂഷൻ. അതുപോലെ തന്നെ ഷ്രിങ്കിങ് ലങ് സിൻഡ്രോം എവിടെ കാണും? SLEയിൽ കാണും. ദെൻ ന്യൂറോളജിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ SLEയിൽ എന്തൊക്കെ കാണും? ന്യൂറോളജിക്കൽ ഫീച്ചേഴ്സ് ഹെഡേക്ക്, ഫറ്റീഗ് ആൻഡ് poor concentration, headache, fatigue and poor concentration, visual hallucination, chorea, organic psychosis, transverse myelitis and lymphocytic meningitis. ഇത്രയായിരിക്കും ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് SLE. ഹെഡേക്ക്, poor concentration and fatigue. അതേപോലെ തന്നെ വിഷ്വൽ ഹാലൂസിനേഷൻസ്, കൊറിയ, ഓർഗാനിക് സൈക്കോസിസ്, ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് ആൻഡ് ലിംഫോസൈറ്റിക് മെനിഞ്ചൈറ്റിസ് ഒക്കെ ആയിരിക്കും ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് സീൻ ഇൻ SLE. ഹെമറ്റോളജിക്കൽ നോക്കുവാണെങ്കിൽ ന്യൂട്രോപീനിയ എല്ലാം കുറവായിരിക്കും. ന്യൂട്രോഫിൽസ് കുറവായിരിക്കും, ലിംഫോസൈറ്റ്സ് കുറവായിരിക്കും, അനീമിയ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ത്രോംബോസൈറ്റോപീനിയ എല്ലാം കുറവായിരിക്കും. ന്യൂട്രോപീനിയ, ലിംഫോസൈറ്റോപീനിയ, ത്രോംബോസൈറ്റോപീനിയ ആൻഡ് ഹിമോലൈറ്റിക് അനീമിയ ആയിരിക്കും ഹെമറ്റോളജിക്കലി ഉണ്ടാകുന്നത്. ലിംഫോപീനിയ വന്നിട്ട് നമുക്കൊരു ഡിസീസ്, ഒരു ഗൈഡ്, നമ്മുടെ ഡിസീസ് ആക്ടിവിറ്റിക്ക് ഒരു ഗൈഡായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന എന്തായിരിക്കും? ലിംഫോപീനിയ ആയിരിക്കും. ഇതിന്റെ ഡിഗ്രി വന്നിട്ട് ഡിഗ്രി ഓഫ് ലിംഫോപീനിയ വിൽ ഹെൽപ്പ് us as എ ഗൈഡ് ഫോർ ദ ഡിസീസ് ആക്ടിവിറ്റി. അതായിരിക്കും ഹെമറ്റോളജിക്കലി ഉണ്ടാകുന്നത്. GITയിൽ നോക്കുവാണെങ്കിൽ മൗത്ത് അൾസേഴ്സ്, മെസെൻട്രിക് വാസ്കുലൈറ്റിസ്, അതൊരു സീരിയസ് കോംപ്ലിക്കേഷൻ ഓഫ് SLE ആയിരിക്കും മെസെൻട്രിക് വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞാല്. സോ GITയിൽ നോക്കുവാണെങ്കിൽ മൗത്ത് അൾസേഴ്സ് ഉണ്ടായിരിക്കും, മെസെൻട്രിക് വാസ്കുലൈറ്റിസ് ഉണ്ടായിരിക്കും. പീഡിയാട്രിക് ഡിസീസ്, അതായത് SLEയുടെ പീഡിയാട്രിക്കലി പ്രസന്റേഷൻ നോക്കുവാണെങ്കിൽ മെയിൻലി അവിടെ കാണുന്നത് റീനൽ ആൻഡ് ക്യൂട്ടേനിയസ് ഇൻവോൾവ്മെന്റ് ആയിരിക്കും. റീനൽ ഡിസീസ് ആൻഡ് ക്യൂട്ടേനിയസ് മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കും ഒരു പീഡിയാട്രിക് ഓൺസെറ്റ് SLEയിൽ കോമൺലി നമുക്ക് കാണാൻ പറ്റുന്നത്. സോ വാട്ട് ഈസ് SLE? SLE എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആയിരിക്കും. SLE എന്ന് പറഞ്ഞാൽ 90% എഫക്ട് ചെയ്യണത് ഫീമെയിലായിരിക്കും. മെയിൽ ഈസ് ടു ഫീമെയിൽ റേഷ്യോ നോക്കുവാണെങ്കിൽ 1:18 റേഷ്യോയിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. 20 to 30 ഇയേഴ്സിലായിരിക്കും മെയിൻലി അതിന്റെ സിംറ്റംസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് സിംറ്റംസ് പ്രസന്റേഷൻ ഉണ്ടാകുന്നത് 20 to 30 ഇയേഴ്സ് ഓഫ് ഏജിലായിരിക്കും. പതോളജി നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? സപ്പറേഷൻ ഓഫ് T ലിംഫോസൈറ്റ് ആൻഡ് ഓവർ ആക്ടിവിറ്റി ഓഫ് B ലിംഫോസൈറ്റ്സ് ആയിരിക്കും. അത് കാരണം എന്ത് പറ്റും? T ലിംഫോസൈറ്റ് സെല്ലുലാർ ഇമ്മ്യൂണിറ്റി സപ്രസ് ആകുന്നു, ഹ്യൂമൻ ഇമ്മ്യൂണിറ്റി ഓവർ ആക്റ്റീവ് ആകുന്നു, which will result in the production of auto antibodies. ഏത് കാറ്റഗറിയിലുള്ള ഓട്ടോ ആന്റിബോഡീസ് ആയിരിക്കും? IgG ആൻഡ് IgM കാറ്റഗറിയിലുള്ള ഓട്ടോ ആന്റിബോഡീസ് ആയിരിക്കും മോസ്റ്റ്ലി പ്രസന്റ് ആകുന്നത്.
ദെൻ അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ളത് ANA ആയിരിക്കും. അതേപോലെ തന്നെ ഉള്ളൊരു ആയിരിക്കും ആന്റി സ്മിത്ത് ആന്റിബോഡി ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ പറയുന്നു, ആർത്രൈറ്റിക് അഫെക്ഷൻ, ലൂപ്പസ് ആർത്രൈറ്റിസ് എന്ന് പറയും. ലൂപ്പസ് ആർത്രൈറ്റിസ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെയായിരിക്കും, നമ്മുടെ ജാക്പോട്സ് ആർത്രോപ്പതി അറിഞ്ഞിരിക്കണം. മോസ്റ്റ് കോമൺ ഫീച്ചർ എന്തായിരിക്കും, ആർത്രാൾജിയ, അതേപോലെ തന്നെ മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും SLE-ലും. ഡീഫോമിറ്റീസ് ഉണ്ടായിരിക്കും, ജോയിന്റ് ഡീഫോമിറ്റി, അതിനായിരിക്കും ജാക്പോട്സ് ആർത്രോപ്പതി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡീഫോമിറ്റീസ് ഉണ്ടാകുന്നത്, ടെൻഡൻ ഡാമേജ് ഉണ്ടാകുന്ന കാരണമായിരിക്കും ലൂപ്പസ് ആർത്രൈറ്റിസിനകത്തുള്ള ആ ജോയിന്റ് ഡീഫോമിറ്റീസ് ഉണ്ടാകുന്നത്. അതിനായിരിക്കും ജാക്പോട്സ് ആർത്രോപ്പതി എന്ന് പറയുന്നത്. ദെൻ ലൂപ്പസ് ക്യൂട്ടേനിയസ് ലൂപ്പസ്, അതായത് സ്കിൻ അഫെക്ഷൻസ്, അതിനായിരിക്കും നമ്മൾ ക്യൂട്ടേനിയസ് ലൂപ്പസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഫീച്ചർ നോക്കുവാണെങ്കിൽ അവിടെ വന്നിട്ട് ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും, എറപ്ഷൻസ് വന്നിട്ട് സൺ എക്സ്പോഷറിലായിരിക്കും പ്രസിപ്പിറ്റേറ്റ് ചെയ്യണത്. ക്ലാസിക്കൽ ഫേഷ്യൽ റാഷ് കാണാം നമുക്ക്, എങ്ങനത്തെ ആയിരിക്കും, എർത്തിമാറ്റസ് ആയിരിക്കും, റേസ്ഡ് ആയിരിക്കും, പെയിൻഫുൾ ആൻഡ് ടെൻഡൽ റാഷ്, ഇച്ചി റാഷ് ആയിരിക്കും ഉണ്ടാകുന്നത്. ദെൻ ഡിസ്കോൾഡ് റാഷ് ആണെങ്കിൽ അവിടെ വന്നിട്ട് സ്കാറിങ് അലോപേഷ്യ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു, ആൻഡ് അർട്ടിക്കുലർ എറപ്ഷൻസ് ഉണ്ടായിരിക്കും. ദെൻ നെഫ്രൈറ്റിസ് ഉണ്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും, ലൂപ്പസ് നെഫ്രൈറ്റിസിനകത്താണെങ്കിൽ ഇത് വന്നിട്ട് നമുക്ക് ഡിസീസിന്റെ ഒരു പ്രോഗ്നോസിസ് അറിയാനോ അല്ലെങ്കിൽ ഒരു മോണിറ്ററിംഗിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ ലൂപ്പസ് നെഫ്രൈറ്റിസ് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ ഉണ്ടാകുന്ന പതോളജി എന്തായിരിക്കും, പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആയിരിക്കും. അതെങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യും, ഹെവി ഹെമച്ചൂറിയ, പ്രോട്ടീനൂറിയ ആൻഡ് കാസ്റ്റ് ഓൺ യൂറിൻ മൈക്രോസ്കോപ്പ് ആയിരിക്കും നമ്മുടെ ഈ പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് സിംറ്റംസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ദെൻ കാർഡിയോവാസ്കുലർലി നോക്കുവാണെങ്കിൽ SLE-ൽ എന്തൊക്കെ കാണും, പെരികാർഡൈറ്റിസ്, അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്നതായിരിക്കും എന്ത്, ലിപ്മാൻ സാക്സ് എൻഡോകാർഡൈറ്റിസ്. ലിപ്മാൻ സാക്സ് എൻഡോകാർഡൈറ്റിസ്. സോ ലിപ്മാൻ സാക്സ് എൻഡോകാർഡൈറ്റിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, അവിടെ നോൺ ബാക്ടീരിയൽ വെറൂഷ്യസ് എൻഡോകാർഡൈറ്റിസ് ഓഫ് ദ മിട്രൽ വാൽവ്. മിട്രൽ വാൽവിൽ ഉണ്ടാകുന്ന നോൺ ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ലിപ്മാൻ സാക്സ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. ദെൻ ലങ്സിലാണെങ്കിൽ പ്ലൂറൈറ്റിക് പെയിൻ അല്ലെങ്കിൽ പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഷ്രിങ്കിങ് ലങ് സിൻഡ്രോം ഉണ്ടായിരിക്കും SLE-ൽ ലങ്ങില്. ന്യൂറോളജിക്കൽ ആണെങ്കിൽ ഫട്ടീഗ്, ഹെഡേക്ക് ആൻഡ് പുവർ കോൺസെൻട്രേഷൻ, അതേപോലെ തന്നെ വിഷ്വൽ ഹാലൂസിനേഷൻ, കൊറിയ, ഓർഗാനിക് സൈക്കോസിസ്, ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് ആൻഡ് ലിംഫോസൈറ്റിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടായിരിക്കും. ഹെമറ്റോളജിക്കലി നോക്കുവാണെങ്കിൽ എല്ലാം കുറവായിരിക്കും, ന്യൂട്രോപീനിയ, ലിംഫോപീനിയ, ത്രോംബോസൈറ്റോപീനിയ, ഹീമോലൈറ്റിക് അനീമിയ, എല്ലാം കുറവായിരിക്കും അല്ലെ. ന്യൂട്രോഫിൽസ് കുറവാണ്, ലിംഫോസൈറ്റ്സ് കുറവാണ്, പ്ലേറ്റ്ലെറ്റ്സ് കുറവാണ്, ആൻഡ് ഹീമോഗ്ലോബിനും അല്ലെങ്കിൽ RBCയും കുറവ് നമുക്ക് പറയാം. സോ അതായിരിക്കും ന്യൂട്രോപീനിയ, ലിംഫോസൈറ്റോപീനിയ, ത്രോംബോസൈറ്റോപീനിയ ആൻഡ് ഹീമോലൈറ്റിക് അനീമിയ ഉണ്ടായിരിക്കും. ദെൻ GIT-ൽ നോക്കുവാണെങ്കിൽ മൗത്ത് അൾസേഴ്സ്, അവിടെ മെസെൻട്രിക് വാസ്കുലൈറ്റിസ് ഉണ്ടായിരിക്കും. മെസെൻട്രിക് വാസ്കുലൈറ്റിസ് ഒരു സീരിയസ് കോംപ്ലിക്കേഷൻ ആയിരിക്കും SLE-യുടെ. ദെൻ പീഡിയാട്രിക് ഡിസീസ് നോക്കുവാണെങ്കിൽ പീഡിയാട്രിക് ഡിസീസിനകത്ത് റീനൽ അഫെക്ഷനും അതേപോലെ തന്നെ ക്യൂട്ടേനിയസ് അഫെക്ഷൻസും ആയിരിക്കും അധികം കാണുന്നത്, അല്ലെങ്കിൽ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നത് പീഡിയാട്രിക് ഡിസീസ് ഓഫ് SLE നോക്കുകയാണെങ്കിൽ റീനൽ ആൻഡ് ക്യൂട്ടേനിയസ് ലൂപ്പസ് ആയിരിക്കും പ്രസന്റേഷൻ ഉണ്ടാകുന്നത്. ഇതിന്റെ ഡയഗ്നോസിസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഡയഗ്നോസിസ് ബൈ ഡെമോൺസ്ട്രേഷൻ ഓഫ് ആന്റി ന്യൂക്ലിയർ ആന്റിബോഡീസ്, അതേപോലെ തന്നെ നമ്മുടെ എർത്തിമാറ്റസ് ഫോട്ടോ സെൻസിറ്റീവ് റാഷും ബട്ടർഫ്ലൈ ഫേഷ്യൽ റാഷും ആയിരിക്കും നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ SLE എന്ന് പറഞ്ഞാൽ. സോ അതേപോലെ തന്നെ കിഡ്നിക്കകത്ത് പറയുന്ന ഒരു ലീഷൻ ഉണ്ട്, വയർ ലൂപ്പ് ലീഷൻ ഇൻ ദ കിഡ്നി. വയർ ലൂപ്പ് ലീഷൻ ഇൻ ദ കിഡ്നി കാണും, SLE-ൽ കാണുന്നതായിരിക്കും വയർ ലൂപ്പ് ലീഷൻ ഇൻ ദ കിഡ്നി. അത്രയായിരിക്കും SLE പറ്റിയിട്ട്. സോ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. വി ക്യാൻ ഡിസ്കസ് നൗ. മാം, RA ഫാക്ടർ പോസിറ്റീവ് ആവുന്ന കേസുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? RA ഫാക്ടർ വന്നിട്ട് നമ്മൾ പറഞ്ഞു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ അതൊരു സ്പെസിഫിക് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വേറെയുള്ള കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറിലും ക്രോണിക് ഇൻഫെക്ഷനകത്തൊക്കെ RA ഫാക്ടർ പോസിറ്റീവ് ആകാം. ലൈക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ മാത്രമല്ല, ജോഗ്രൻ സിൻഡ്രോം, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, പ്രൈമറി ബിലിയറി കൊളാഞ്ചൈറ്റിസ്, SLE, ട്യൂബർകുലോസിസ് ആൻഡ് ഏജ് അബോവ് 65 ഇയേഴ്സിലും വന്നിട്ട് RA ഫാക്ടർ പോസിറ്റീവ് ആയിട്ട് കാണാം. ഞാൻ അതിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ ഇടാം.
വേറെ എന്തെങ്കിലും? വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും? ഡോക്ടർ ജാക്കോട്സ് ആർത്രോപ്പതിയെ പറ്റി ഒന്നും കൂടെ പറയാവോ? റെഡ്യൂസീവ് നോൺ ഇറോസീവ് എന്ന് പറഞ്ഞൊരു ഇത് പറഞ്ഞില്ലായിരുന്നു, അതൊന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ജാക്കോട്സ് ആർത്രോപ്പതി എന്ന് പറഞ്ഞാല് നമ്മുടെ SL-ല് ജോയിന്റ് അഫക്ഷനകത്ത് ഉണ്ടാകുന്നതായിരിക്കും. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, ഒരു ജോയിന്റ് ഡിഫോമിറ്റി ഉണ്ടാകുന്നതായിരിക്കും. ജോയിന്റ് ഡിഫോമിറ്റി എന്തുകൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് occurring as a result of tendon damage. ടെൻഡൻ ഡാമേജ് കാരണം ഉണ്ടാകുന്നതായിരിക്കും ജോയിന്റ് ഡിഫോമിറ്റി. ആ ജോയിന്റ് ഡിഫോമിറ്റിനായിരിക്കും നമ്മൾ ജാക്കോട്സ് ആർത്രോപ്പതി എന്ന് പറയുന്നത്. സോ ജാക്കോട്സ് ആർത്രോപ്പതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ റെഡ്യൂസബിൾ നോൺ ഇറോസീവ് ജോയിന്റ് ഡിഫോമിറ്റീസ് ആയിരിക്കും. റെഡ്യൂസബിൾ നോൺ ഇറോസീവ് ജോയിന്റ് ഡിഫോമിറ്റി. അവിടെ ജോയിന്റിനൊന്നും നമുക്കൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ബോണിനകത്തല്ല അഫക്ഷൻ ഉണ്ടാകുന്നത്, അതിൽ കണക്ട് ചെയ്ത് നിർത്തുന്ന ടെൻഡനകത്തായിരിക്കും ഡാമേജ് ഉണ്ടാകുന്നത്. അത് കാരണം ആ ജോയിന്റിന് ഡിഫോമിറ്റി ഉണ്ടാകുന്നതിനായിരിക്കും നമ്മൾ ജാക്കോട്സ് ആർത്രോപ്പതി എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നോൺ ഇറോസീവ്. നമ്മളിപ്പോ ഒക്കെ നോക്കുവാണെങ്കിൽ ജോയിന്റ് അഫക്ഷൻ ഉണ്ട്, ബോൺ അഫക്ഷൻ ഉണ്ടാകുന്നില്ലേ? സോ ഇവിടെ വന്നിട്ട് ബോണിലല്ല അഫക്ഷൻ ഉണ്ടാകുന്നത്, അതിനെ കണക്ട് ചെയ്ത് നിർത്തുന്ന അല്ലെങ്കിൽ അതിനായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ടെൻഡന് ഡാമേജ് ഉണ്ടാകുന്ന കാരണമായിരിക്കും ഇവിടെ ജോയിന്റ് ഡിഫോമിറ്റി ഉണ്ടാകുന്നത്. അതായിരിക്കും നോൺ ഇറോസീവ് റെഡ്യൂസബിൾ ജോയിന്റ് ഡിഫോമിറ്റി ആയിരിക്കും ജാക്കോട്സ് ആർത്രോപ്പതി എന്ന് പറയുന്നത്. താങ്ക് യു മാം. ആമിന ഡോക്ടർ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. ഹലോ, കേൾക്കാമോ? ഹലോ, ആ ഡോക്ടറെ കേൾക്കാമോ? ആ പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. നമ്മള് ഡയഗ്നോസിസ് ഇല്ലേ, ഇത് എന്റെ ഓൾമോസ്റ്റ് കേസിന് പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡയഗ്നോസിക് സ്പെസിഫിക് ഡയഗ്നോസിസ് DS ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഏതിനകത്താണ് ഡോക്ടറെ? ഹലോ, SL-ല് DS DNA ആണ് അതിന്റെ സ്പെസിഫിക് ഡയഗ്നോസിസ്. പിന്നെ RA-ല് പറഞ്ഞില്ല, അനീമിയ ഉണ്ടില്ലേ? ഹലോ, അത് നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ. ഓക്കെ, RA-ൽ ഉണ്ടാകുന്നത് നോമോസൈറ്റിക് നോമോക്രോമിക് അനീമിയ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ SL-ല് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ആന്റി DS DNA അല്ലേ? DS DNA ആണ് പോസിറ്റീവ് ആവുക എല്ലാ കേസിലും. സ്പെസിഫിക് എല്ലാ കേസിലും ഓൾമോസ്റ്റ് എല്ലാ കേസിലും പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ നമുക്ക് സ്പെസിഫിക് ആവാണ് DS DNA ആണ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇത് പറഞ്ഞില്ലേ, സ്മോൾ ജോയിന്റ് ആണ് ചെയ്യുന്നത്, സിമെട്രിക്കൽ ആണ് RA-ല്. അത് കോമൺ ആയിട്ട് മെറ്റാകാർപ്പോഫലൈൻ ആണ്. മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിന്റിലേക്ക് അഫക്ഷൻ ഉണ്ടാകുന്നത്. പിന്നെ പാനസ് ഹോൾമാർക്ക് ആണ്, RA-ന്റെ ഹോൾമാർക്ക് ആണ് പാനസ് ഫോർമേഷൻ. ഇപ്പൊ RA-ല് സൈനോവിയൽ മെംബ്രെയിൻ ആണ് അഫക്ട് ചെയ്യുന്നത്, OA-ല് ആർട്ടിക്കുലർ കാർട്ടിലേജിനാണ് പ്രശ്നം വരുന്നത്. അപ്പൊ RA-ന്റെ സൈനോവിയലിനാണ് പ്രശ്നം വരുന്നത്, സൈനോവിയൽ മെംബ്രെയിനിലാണ് പ്രശ്നം വരുന്നത്. ഓക്കെ. ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാമോ? പറയണോ? ഒന്നുകൂടെ പറയാമോ? RA-ല് കാണുന്നത് ഒന്ന് പറഞ്ഞു കൊടുക്ക, എന്റെ ക്ലിയർ ആവണം ഉറപ്പില്ല. ഓക്കെ ഡോക്ടർ. അതെ, ഡോക്ടർ പറഞ്ഞത് വന്നിട്ട് അല്ല, രാമന ഡോക്ടർ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ ജസ്റ്റ് കേട്ടതാണ്, നോട്ടായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നോർമോസൈറ്റിക് നോമോക്രോമിക് അനീമിയ ആണ് വരുന്നത്. അതുപോലെ പാനസ് ഫോർമേഷൻ എന്ന് പറയുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ഒരു ഹോൾമാർക്ക് ആണ്.
നമ്മുടെ SLEയുടെ കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ ANA ഒരുവിധപ്പെട്ട എല്ലാ കേസസിനും പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് DS-DNA നോക്കുമ്പോഴത്തേക്കാണ് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞത്. ഇനി ആമിന ഡോക്ടർ, ഞാൻ വിട്ടുപോയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് ആഡ് ചെയ്തെങ്കിൽ നല്ലതായിരുന്നു. ലാസ്റ്റ് പറഞ്ഞത് നമ്മളിപ്പം അതിന്റെ പതോളജി പറഞ്ഞില്ലേ, പാനസ് ഫോർമേഷൻ, അതൊരു ഹോൾമാർക്ക് ഓഫ് ദ RA എന്ന് പറയുന്നതായിരിക്കും. സൈനോവിയൽ മെമ്പറിൻ ആയിരിക്കും അഫെക്ഷൻ ഉണ്ടാകുന്നത് എവിടെ? RAയില്. വൈൽ O ആണെങ്കിൽ ആർട്ടിക്കുലർ കാർട്ടിലേജിനകത്തായിരിക്കും അഫെക്ഷൻ ഉണ്ടാകുന്നത്. ഇതൊരു ഡിഫറൻസിയേഷൻ പോലെ പറഞ്ഞായിരുന്നു ഡോക്ടർ, അല്ലേ സനശ്രീ ഡോക്ടറെ? ഇത് ആക്സിയൽ സ്കെൽട്ടൻ ഇൻവോൾവ് വരില്ല, പക്ഷെ എക്സെപ്റ്റ് സെർവിക്കൽ ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. സെർവിക്കൽ RAയിലാണോ? RAയില് ആക്സിയൽ സ്കെൽട്ടൻ റെയർലി ഇൻവോൾവ് ചെയ്യും, പക്ഷെ എക്സെപ്റ്റ് അപ്പർ സെർവിക്കൽ. എക്സെപ്റ്റ് ഓക്കെ, ആക്സിയൽ സ്കെൽട്ടൻ ഇൻവോൾവ്മെന്റ് റെയർ ആയിരിക്കും എക്സെപ്റ്റ് സെർവൈക്കൽ. ഡോക്ടർ, നമുക്ക് കൂടുതലായിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു തന്നത്, സനശ്രീ ഡോക്ടർ പറഞ്ഞു തന്നത്. RAയില് സ്പൈനിൽ എവിടെയാണ് അഫെക്ഷൻസ് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞ സ്ഥിരം കണ്ട് ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുണ്ട്. സെർവൈക്കൽ സ്പൈൻ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഡോക്ടർ ക്ലിയർ ആവുന്നില്ല. 4 പറഞ്ഞില്ലേ RAയില്? അതിൽ ക്ലാസ് 2 MHC ഇല്ലേ, കോംപ്ലക്സ് MHC ടൈപ്പ് 2ലാണ്. ടൈപ്പ് 2 MHCയിലാണ് ഉള്ളത്. ടൈപ്പ് 2 ഒന്നും കൂടെ പറയൂ, ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ പറയാോ ഡോക്ടറെ? DR4 അസോസിയേഷൻ നമ്മൾ പറഞ്ഞില്ലേ, അത് ക്ലാസ് 2 MHCയിലാണുള്ളത്. ക്ലാസ് 2 MHC അല്ലേലാണ് അത് സ്പെസിഫിക്. സനശ്രീ ഡോക്ടർ, ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്ന് ഗ്രൂപ്പിനകത്തോട്ടൊന്ന് ടൈപ്പ് ചെയ്തിട്ടാവോ? കാരണം കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയില്ല ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ടാണേ. ഡോക്ടറെ വിട്ടുവിട്ട തീരെ കേൾക്കണില്ല ഇപ്പോ. ഹലോ, ഇപ്പൊ കേൾക്കാവോ? പറഞ്ഞു ഇപ്പൊ കേൾക്കാം. DR4 പറഞ്ഞില്ല RAയില്? അത് MHC ക്ലാസ് 2 ആണ്. MHC ക്ലാസ് 2 ആണ് അസോസിയേഷൻ. MHC ക്ലാസ് 2 അല്ലേ? മേജർ ഹിസ്റ്റോ കോമ്പാക്ട് കോംപ്ലക്സ് അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതെ, MHC ക്ലാസ് 2 ക്ലാസ് 2. ഓക്കെ, അപ്പൊ 1ഉം 2ഉം 3ഉം പറയുന്നുണ്ട്. അതിൽ 2 ആണ് RAയില് വരുന്നത്. സനശ്രീ ഡോക്ടറെ, ഈ MSP ഒന്ന് വിശദീകരിക്കൂ, അതായിരിക്കും പ്രശ്നം തോന്നുന്നു. സർ, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടോളാം, ഇതിൽ ക്ലിയർ ആവണില്ല. ഓക്കെ, ടൈപ്പ് ചെയ്തിട്ടാലോ ഇല്ലെങ്കിൽ വോയിസ് ഇട്ടാലും മതി. വോയിസ് മെസ്സേജ് ആയിട്ടേ. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുമ്പേ പറഞ്ഞതും അത് മിക്കവാറും ക്ലിയർ ആയി, എങ്കിലും അതുകൂടെ ഒന്ന് ആഡ് ചെയ്തു. ഞാൻ പറഞ്ഞേക്കാം.
RA ഫാക്ടറിന്റെ ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ്സും പിന്നെ കൈലസ് ഫോർമേഷന്റെ കാര്യം, അതുപോലെ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതൊക്കെ മിക്കവാറും എല്ലാവർക്കും ക്ലിയർ ആയി. അതും ഇപ്പൊ ലാസ്റ്റിൽ പറഞ്ഞതോടൊന്ന് വോയിസ് ഇടുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ. ഓക്കെ സർ. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ. പിന്നെ ആമിന ഡോക്ടർ മൈക്ക് മ്യൂട്ട് ആയിരിക്കും. ഒരു മിനിറ്റ്. സർ, മോസ്റ്റ് കോമൺ ലങ് കോംപ്ലിക്കേഷൻ ഇൻ RA എന്ന് പറയുന്നത് ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ആണ്. മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഏതാണെന്ന് പറഞ്ഞേ? മോസ്റ്റ് കോമൺ ലങ് കോംപ്ലിക്കേഷൻ. നമ്മളിപ്പോ ഓരോന്നും പഠിച്ചല്ലോ, അത് ലങ്ങിലെ കോംപ്ലിക്കേഷൻ. മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ആണ്. അതും ഇത്ര ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയൂ. The most common lung complication in RA interstitial lung disease ആണ്. കിട്ടിയോ? ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ മോസ്റ്റ് കോമൺ ഐ കോംപ്ലിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ അത് ഡ്രൈ ഐ ആണ്. പിന്നെ മോസ്റ്റ് കോമൺ ടെൻഡൻ റപ്ചർ ചെയ്യാന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ അത് അങ്ങനെ കാണാത്ത ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്റ്റൻസർ ഡിജിറ്റോറം ആണ്. എക്സ്റ്റൻസർ ഡിജിറ്റോറം. പിന്നെ റുമറ്റോയിഡ് ഫാക്ടർ എന്താന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അത് ആന്റിബോഡി IgM ക്ലാസ് ആണ്. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അഗെയിൻസ്റ്റ് ദ FC ഫ്രാഗ്മെന്റ് ഓഫ് IgG ആണ്. അതെനിക്ക് തോന്നുന്നു ആമിന ഡോക്ടർ നോട്ട്ബുക്കിൽ ഉണ്ട് ആ പോയിന്റ്. ഡോക്ടർ അതിൽ ഇടുകയാണെങ്കിൽ അതിലുണ്ടാകും. ഡോക്ടർ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് RF ഫാക്ടർ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആന്റിബോഡീസ് ആണ്. അത് യൂഷ്വലി IgM ക്ലാസ്സിൽ വരുന്നതാണ്. IgM ആണ്. വേറെന്തെങ്കിലും ഇതുപോലെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. പിന്നെ RAന്റെ നമ്മൾ എക്സ്റേ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ് അങ്ങനെ എഫക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ എന്തോ സ്പെയർ ആയിരിക്കും, അങ്ങനെ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് കൺഫേം ചെയ്തിട്ടൊന്ന് അരങ്ങിടുകയാണെങ്കിൽ നല്ലതാ. ഇന്റർഫലാഞ്ചൽ ജോയിന്റ്. ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റിൽ എന്താണെന്ന് പറഞ്ഞേ? എക്സ്റേയിലോ? അതായത് അവിടെ അഫക്ഷൻസ് കാണത്തില്ല, കൂടുതലും മെറ്റാകാർപ്പൽ ജോയിന്റ്സ് ആണ് നേരത്തെ സനുശ്രീ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെറ്റാകാർപ്പോ ഫലാഞ്ചൽ ജോയിന്റിലെ എഫിഷ്യനിലുള്ള കണ്ടീഷൻ ആണ് RAയും SLEയും. അത് മെറ്റാകാർപ്പോ ഫലാഞ്ചൽ ജോയിന്റിലാണ് RA SLE വരുന്നത്. ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റിൽ കൂടുതൽ എഫിഷ്യൻ ഉള്ള കണ്ടീഷൻ OAയും അത് ഓസ്റ്റിയോആർത്രൈറ്റിസും സോറിയാസിസും. ഇത് നോട്ട് ചെയ്യണം. സോറിയാസിസ് ഒക്കെ ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് എവിടെയാണ് എഫിഷ്യൻ എന്നുള്ളത്. OA സോറിയാസിസ്, അതെ, സോറിയാസിസും OAയും ഓസ്റ്റിയോആർത്രൈറ്റിസും ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ്സിലാണ് എഫിഷ്യൻ കൂടുതൽ. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും SLEയും മെറ്റാകാർപ്പോ ഫലാഞ്ചൽ ജോയിന്റ്സിലാണ് എഫിഷ്യൻ. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി. അതുപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ലംബാർ സ്പൈനില് സെർവിക്കലിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. സ്പൈനിൽ എഫിഷ്യൻ ഇല്ലാത്തത് എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ സാക്രോഇലിയാക് ജോയിന്റ്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് RA എന്നുള്ള. വേറെ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് സാധ്യതയുള്ള ഒരു മേഖലയാണിത്. പറഞ്ഞോളൂ. ലംബാർ എഫക്ഷന്റെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാവോ? കേട്ടില്ല. ലംബാർ സ്പൈൻ അല്ല, ഏറ്റവും കൂടുതൽ സ്പൈനിൽ നമുക്ക് എവിടെയാണ് എഫിഷ്യൻ എന്നൊരു ചോദ്യം വന്നാൽ സെർവിക്കൽ സ്പൈൻ കുത്തണം. അത് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക. പിന്നെ എവിടെ ഇല്ലാന്ന് ചോദിച്ചാൽ നേരത്തെ ആമിന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സാക്രോഇലിയാക്, അതൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാട്ടോ ഇല്ലാത്തത്. സാക്രോഇലിയാക് ജോയിന്റ് തന്നെ പറഞ്ഞ. സാക്രോഇലിയാക് ജോയിന്റ് സ്പെയർഡ് ഇൻ RA എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതന്നെ. അപ്പൊ നമ്മൾ രണ്ട് സ്പെയർ പറഞ്ഞു. സാക്രോഇലിയാക് ജോയിന്റിലും പറഞ്ഞു, DIP ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റിലും പറഞ്ഞു. രണ്ടിടത്തും സ്പെയർ ആയിരിക്കും RA എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റിൽ മെയിൻലി പറഞ്ഞത് OM സോറിയാറ്റിക് ആർത്രൈറ്റിസും അല്ലായിരുന്നോ? അതെ, OM സോറിയാറ്റിക് ആർത്രൈറ്റിസ്. അത് ചോദിച്ച ചോദ്യമാട്ടോ. 2013 PSC ക്വസ്റ്റ്യൻ ആ, സോറിയാസിസ് ഏത് ജോയിന്റിലാന്ന്. പക്ഷെ നമ്മൾ എത്ര പഠിച്ചു പോയാലും ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഡിപ്പും പിപ്പും പ്രോക്സിമലും ഡിസ്റ്റലും തമ്മിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഒരു ഇത് വെച്ച് തന്നെ പഠിക്കണം. മെറ്റാകാർപ്പോ ഫലാഞ്ചൽ ജോയിന്റിലാണ് RA SLE മെയിൻലി വരുന്നത് അല്ലേ?
അതെ 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 അതെ. ഹലോ മാം, ആറേന്റെ ഡയഗ്നോസിസ് റോസ് വാളർ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് പറയുന്നില്ലേ? ഏതായിരുന്നു? ഹലോ, ഏത് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞേ? ടെസ്റ്റ് കേട്ടില്ല, ടെസ്റ്റിന്റെ പേര് വീണ്ടും റോസ് വാഡൽ ടെസ്റ്റ് അങ്ങനെയാണോ? റോസ് വാലർ ടെസ്റ്റ്. ആ ടെസ്റ്റ് പേരൊന്ന് ടൈപ്പ് ചെയ്തിടാവോ ഡോക്ടറെ? ഇത് സ്പെസിഫിക് ഫോർ ആരേന്നാണോ പറയുന്നേ? അതല്ല ഡോക്ടറെ, അത് ഈ ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ RF ഫാക്ടർ കണ്ടുപിടിക്കുന്നത്, IgM ആന്റിബോഡി അഗെയിൻസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. റോസ് വാലർ, ലാറ്റക്സ് ഫിക്സേഷൻ, നെഫലോമെട്രി, ഈ 3 ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. IgM അഗെയിൻസ്റ്റ് RF ഫാക്ടർ കണ്ടുപിടിക്കുന്നില്ലേ അത്. ഏതൊക്കെയാ പറഞ്ഞേ? റോസ് വാലർ, ലാറ്റക്സ് ഫിക്സേഷൻ, നെഫലോമെട്രി. റോസ് വാലർ, ലാറ്റക്സ് ഫിക്സേഷൻ, അതൊന്ന് ടൈപ്പ് ചെയ്താവോ ഡോക്ടറെ? ഇടാം. ഒന്ന് ഗ്രൂപ്പിലോട്ട് ഇട്ടോളൂ. ഇത് 6 കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണല്ലേ? വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതോടെ പറഞ്ഞോളൂ. ഈ പോർഷൻസ് മുമ്പേ പറയുന്നത് അതിനാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഡിസ്കഷൻ ആയിട്ട് റെഡി ആയിട്ട് വരിക. അപ്പൊ ആമിന ഡോക്ടർ, നാളെ എന്തൊക്കെയാണ്? നാളത്തേക്ക് നാളെ പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസ്, സ്ക്ലീറോഡെർമ, സിസ്റ്റമിക് വാസ്കുലൈറ്റിസ്, ജെർമൽ ആർത്രൈറ്റിസ്. സിസ്റ്റമിക് വാസ്കുലൈറ്റിസ് മൊത്തം നോക്കാം. വാസ്കുലൈറ്റിസിനെ അതുപോലെ നോക്കി തീർക്കാം സാർ. ആൻഡ് ഇഫ് പോസിബിൾ ആംഗുലസിംഗ് സ്പോണ്ടിലോസിസും കൂടെ. ഓക്കെ. അപ്പോൾ പോർഷൻസ് കേട്ടല്ലോ, എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരികയാണെങ്കിൽ ഇതുപോലെ സിസ്റ്റമിക് സ്ക്ലീറോസിസ്, വാസ്കുലൈറ്റിസ്, ആൻഡ് ഇഫ് പോസിബിൾ ആംഗുലസിംഗ് സ്പോണ്ടിലോസിസ്. റോസ് വാലർ ടെസ്റ്റ്, ലാറ്റക്സ് ഫിക്സേഷൻ, നെഫലോമെട്രി. ഓക്കെ. ഇത് നമ്മുടെ ഈ ചാറ്റ് ബോക്സിൽ മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോണേ, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ സർ. അപ്പൊ നാളെ ഉച്ചയ്ക്ക് ഒരു 2:30 തൊട്ട് മാക്സിമം 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ തുഷാര ഡോക്ടറുടെ മെട്രിയാമെഡിക്ക ക്ലാസ് ഉണ്ടാവും. സാനിക്കുല, സാങ്കുനേറിയ 2 ഡ്രഗാണ്. നാളെ 6:30 ഇന്നത്തെ സമയത്ത് ആമിന ഡോക്ടറുടെ ക്ലാസ്സും. അപ്പോൾ നാളെ 2:30 എല്ലാവരെയും കാണാം. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷമുള്ള പഠിത്തത്തിന്റെ ഒരു ചൂടിലേക്ക് എല്ലാവരും കയറിയിട്ടുണ്ടാവും എന്നും വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. നാളെ കാണാം. ഓക്കെ. ഓക്കെ. ഗുഡ് നൈറ്റ്. ബൈ ഡോക്ടറെ, ഇന്നത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാം.